بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث، أصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് നേടാനുള്ള വഴികളെപ്പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അസ്ബാബു തൗഫീഖ്, അള്ളാഹുവിൻ്റെ തൗഫീഖ് നമുക്ക് ലഭിക്കാൻ കാരണമായി തീരുന്ന അസ്ബാബുകൾ, അതിൽപ്പെട്ട 10 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിക്കുകയുണ്ടായി. അതിനോട് തുടർച്ചയായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ലഭിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് ഈ ആഴ്ചയും നമ്മൾ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. 10 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 11ാമത്തെ കാര്യം അസ്സിദ്ഖു മഅ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സത്യസന്ധത, സിദ്ഖ്. ഇത് അല്ലാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാൻ പ്രധാനപ്പെട്ട കാരണമാണ്. പണ്ഡിതന്മാർ പറയുന്നു, അയ്യകൂനൽ അബ്ദു സ്വാദിഖൻ മഅ അല്ലാഹി ഫി അഖീദതിഹി വ ഇബാദതിഹി വ തആമുലിഹി. ഒരടിമ അള്ളാഹുവിനോട് സത്യസന്ധനാകണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള അഖീദയിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അടിയുറച്ച ഈമാനിൽ അവന് സത്യസന്ധത ഉണ്ടാകണം. എല്ലാവരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, ഞാനും വിശ്വസിക്കുന്നു. എല്ലാവരും അള്ളാഹുവിലുള്ള ഈമാൻ മുറുകെ പിടിച്ചവരാണ്, അതിനാൽ ഞാനും അള്ളാഹുൽ ഈമാൻ കൈക്കൊണ്ടവനാണ്. ഇങ്ങനെ ബാഹ്യമായി ഉപരിപ്ലവമായി പുറമേക്ക് മാത്രം പ്രകടമാകുന്നതാകരുത്. അവകാശവാദങ്ങളിലോ ജൽപ്പനങ്ങളിലോ ചേർത്തിപ്പറയലുകളിലോ ഒതുങ്ങരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുള്ള ഈമാൻ, അഖീദ, അത് ഹൃദയത്തിൽ സത്യസന്ധമായി രൂഢമൂലമാകണം. വ ഇബാദതിഹി വ തആമുലിഹി, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുള്ള ഇബാദത്തിൽ, ആ ഇബാദത്ത് സത്യസന്ധമായി നമ്മൾ നടപ്പിലാക്കണം. അത് കേവലം അവയവങ്ങളിൽ ഒതുങ്ങുന്ന യാന്ത്രികമായ പ്രക്രിയകളായി പരിമിതപ്പെടരുത്. മറിച്ച് ഹൃദയത്തിൽ അതുകൊണ്ട് സ്വാധീനമുണ്ടാകണം. നിസ്കാരം കേവലം റുക്കൂഉം സുജൂദും കുനിയലും നിവരലും മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻപിലാണ് നിൽക്കുന്നു എന്ന ബോധത്തിൽ, അവനോടുള്ള അഭിമുഖ സംഭാഷണത്തിലാണ് എന്ന ബോധത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിനോട് ഏറ്റവും അടുത്ത സന്ദർഭമാണ് ഇതെന്ന ചിന്തയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി സ്മരിച്ചുകൊണ്ട്, അവനെ ഓർത്തുകൊണ്ട് ഹൃദയം തൊടുന്ന ഇബാദത്തുകളായിരിക്കണം, സത്യസന്ധമായ ഇബാദത്തുകളായിരിക്കണം അള്ളാഹുവിന് വേണ്ടി നമ്മൾ കാഴ്ചവെക്കുന്ന ഇബാദത്തുകൾ. വ തആമുലിഹി, അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം, ആത്മീയ ബന്ധം, ഉലൂഹിയത്ത്, ഉബൂദിയത്ത്, ഇത് നമുക്ക് സത്യസന്ധമായി നടപ്പിലാക്കാൻ സാധിക്കണം. അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം സത്യസന്ധമാകണം. അത് പേരിലും അതല്ലെങ്കിൽ ബാഹ്യമായ അവകാശവാദങ്ങളിലും ഒതുങ്ങിത്തീരരുത്. ഇതാണ് അള്ളാഹുവിനോട് സിദ്ഖുണ്ടായിരിക്കുക, സത്യസന്ധത പാലിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം, നിങ്ങൾ സത്യസന്ധന്മാരിൽ ഉൾപ്പെടണം, നിങ്ങൾ സിദ്ഖുള്ളവരായി തീരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്നു. എന്താണ് അല്ലാഹുവിനെ സൂക്ഷിക്കണം, തഖ്വ ചെയ്യണം എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നു, ബിതർക്കിൽ മആസി. അല്ലാഹുവിനെ തഖ്വ ചെയ്യേണ്ടത് അവൻ ഹറാമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ്. വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സിദ്ഖുള്ളവരായി തീരണം, സത്യസന്ധന്മാരോടൊപ്പമായി തീരണം എന്ന് പറഞ്ഞാൽ എവിടെയാണ് സിദ്ഖ് പാലിക്കേണ്ടത്? പണ്ഡിതന്മാർ പറഞ്ഞു, ഫിൽ ഈമാനി
വൽ ഉഹൂദി ബിഅൻ തൽസമു അസ്സിദ്ഖ്. അല്ലാഹുവിലുള്ള ഈമാനിൽ, അല്ലാഹുവിനോട് നമ്മൾ പാലിക്കുന്ന കരാറിൽ, അവനോടുള്ള ബന്ധത്തിൽ സത്യസന്ധത മുറുകെ പിടിക്കുന്ന, ഈമാനിൽ സത്യസന്ധത പാലിക്കുന്ന സ്വാദിഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടണം എന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഈ ആയത്തിനെ വിശദീകരിക്കവേ മഹാനായ ഇമാം അൽ ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, ഹഖ്ഖു മൻ ഫഹിമ അനില്ലാഹി വഅഖല മിൻഹു വഅഖല അൻഹു അൻ യുലാസിമ അസ്സിദ്ഖ ഫിൽ അഖ്വാലി വൽ ഇഖ്ലാസ ഫിൽ അഅമാൽ വസ്സഫാ ഫിൽ അഹ്വാൽ ഫമൻ കാന കദാലിക ലഹിഖ ബിൽ അബ്റാർ വവസല ഇലാ റബ്ബിനൽ ഗഫാർ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി മനസ്സിലാക്കിയ ഒരാൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി അറിഞ്ഞ ഒരാൾ, ഈ ചുമരിൻ്റെ സൈഡിൽ ചാരിയിരിക്കുന്ന കുട്ടികൾ, നിങ്ങളെക്കാൾ പ്രായമുള്ള ആളുകൾ ഇത് അവിടെ മുമ്പിൽ നേരെ വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? കുട്ടികളും പേരക്കുട്ടികളൊക്കെ ആയാ നേരെ മുമ്പിൽ വന്നിരിക്കും. ദീൻ പഠിക്കുന്ന മജ്ലിസിൻ്റെ അദബാണ് മുമ്പിലേക്ക് കയറിയിരിക്കണം എന്നുള്ളത്. ഏറ്റവും പ്രായം കുറഞ്ഞവരാണ് ഏറ്റവും ക്ഷീണമുള്ളവരായിട്ട് ഇവിടെ കാണുന്നത്. ബറക്കല്ലാഹു ഫീക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കിയ ഒരുവൻ, അവനെക്കുറിച്ച് അറിഞ്ഞ ഒരാൾ, അവന് നിർബന്ധമായ ബാധ്യതയാണ് എന്ത്? അവൻ്റെ വാക്കിലും അവൻ്റെ പ്രവർത്തനത്തിലും സിദ്ഖും ഇഖ്ലാസും ഉണ്ടായിത്തീരണമെന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അവൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ, അമലുകളിൽ അവൻ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. അള്ളാഹുവിന് വേണ്ടി മാത്രം അത് നൽകണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് വിശദമായി സൂചിപ്പിച്ചിരുന്നു, വിശദീകരിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വാക്കുകളിൽ സത്യസന്ധത പുലർത്തണം. അതാരോടുള്ള സംസാരമാണെങ്കിലും ഖൂലു ഖൗലൻ സദീദ, അള്ളാഹു പറഞ്ഞു നിങ്ങൾ നേരായ വാക്ക് പറയണം. സംസാരിച്ചാൽ സത്യം മാത്രമേ പറയാവൂ. അത് മക്കളോടാണെങ്കിലും ഭാര്യനോടാണെങ്കിലും നമുക്ക് കീഴെ പണിയെടുക്കുന്ന തൊഴിലാളിയോടാണെങ്കിലും നമ്മുടെ വീട്ടിൽ കൂലിപ്പണിക്ക് വരുന്നവനോടാണെങ്കിലും ഒരു യാചകനോടാണെങ്കിലും സത്യം മാത്രമേ പറയാവൂ. സത്യസന്ധത പാലിക്കണം വാക്കിൽ. പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാകണം. വസ്സഫാ ഫിൽ അഹ്വാൽ, അവസ്ഥാന്തരങ്ങളിൽ വിശുദ്ധി ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ ഏതവസ്ഥയിലും അള്ളാനെ പേടിക്കുന്ന, രഹസ്യത്തിലും പരസ്യത്തിലും ആൾക്കൂട്ടത്തിലും ഒറ്റക്കാകുമ്പോഴും വീട്ടിനകത്താണെങ്കിലും വീട്ടിന് പുറത്താണെങ്കിലും കൂട്ടുകാരോടൊപ്പമാണെങ്കിലും കച്ചവട സ്ഥാപനത്തിലാണെങ്കിലും ഏത് സാഹചര്യത്തിലും യുവാവാണെങ്കിലും വൃദ്ധനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും കുട്ടിയാണെങ്കിലും ചെറുപ്പക്കാരനാണെങ്കിലും വിശുദ്ധി ഉണ്ടാകണം ജീവിതത്തിൽ. അള്ളാനെ പേടിച്ച് ജീവിക്കണം. അള്ളാഹു ഹറാമാക്കിയത് ഒഴിവാക്കണം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അൽ ഇമാം അൽ ഖുർത്തുബി റഹിമഹുല്ലാ, ഫമൻ കാന കദാലിക് ലഹിഖ ബിൽ അബ്റാർ. ഇങ്ങനെയാണ് ഒരാളെങ്കിൽ അവൻ നാളെ ആഖിറത്തിൽ, പരലോകത്ത്, സ്വർഗത്തിൽ സുഹൃതവാന്മാരുടെ കൂട്ടത്തിൽ ചേരും. അംബിയാക്കളുടെയും സാലിഹീങ്ങളുടെയും ശുഹദാക്കളോടൊപ്പമായിരിക്കും അവന്റെ സ്ഥാനം. വവസല ഇലാ റബ്ബിനൽ ഗഫാർ, അൽ ഗഫാറായ എല്ലാം പുറത്തു നൽകുന്ന റബ്ബിലേക്ക് അവൻ ചേരും. സ്വർഗത്തിൽ ആ റബ്ബിനെ അവൻ കണ്ടുമുട്ടും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് സിദ്ഖ് പാലിക്കുക, സത്യസന്ധത പുലർത്തുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെയാണ്. മുൻഗാമികളിൽ ചിലർ പാടി, അസ്സിദ്ഖു ഹുൽവുൻ വഹുവൽ മുർറു വസിദ്ഖു ലാ യത്റുകുഹുൽ ഹുർറു ജൗഹറത്തു സിദ്ഖി ലഹാ ജൗഹറുൻ യഹ്സുദുഹൽ യാഖൂതു വദ്ദുർറു. സിദ്ഖ് എന്ന് പറഞ്ഞാൽ അതാദ്യം ചിലപ്പോൾ കയ്പുള്ളതായിരിക്കും, അല്ലേ? സത്യം മാത്രം പറയുന്നവൻ, സത്യത്തിനു വേണ്ടി പണിയെടുക്കുന്നവൻ, സത്യം മാത്രം പ്രവർത്തിക്കുന്നവൻ, ഹക്കിനു വേണ്ടി ത്യാഗം സഹിക്കുന്നവൻ, അവന് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങളുണ്ടാവും, പരിഹാസം കേൾക്കേണ്ടി വരും, ആളുകൾ കളിയാക്കും, ബഹിഷ്കരിക്കും, ഒറ്റപ്പെടും, ഇക്കാലഘട്ടത്തിൽ ജീവിക്കാൻ യോഗ്യനല്ലാത്തവൻ എന്ന ആക്ഷേപം കേൾക്കേണ്ടി വരും, പലതും സഹിക്കേണ്ടി വരും. പക്ഷെ ഈ കയ്പെല്ലാം അവന് മധുരമായി തീരും. സത്യത്തിനു വേണ്ടി അവൻ ത്യജിക്കുന്ന ത്യാഗങ്ങളും കൈപ്പേറിയ അനുഭവങ്ങളും യഥാർത്ഥത്തിൽ അത് മധുരമാണ്. ആ കയ്പിന്റെ അനന്തരഫലം മധുരമാണ്. വസിദ്ഖു ലാ യത്റുകുഹുൽ ഹുർറു. അതുകൊണ്ട് ബുദ്ധിയുള്ള, സ്വതന്ത്രനായ, വിവേകമുള്ള ഒരു മനുഷ്യൻ അവൻ ഒരിക്കലും സിദ്ഖ്, സത്യസന്ധത ഉപേക്ഷിക്കുകയില്ല. ജൗഹറത്തു സിദ്ഖി ലഹാ ജൗഹറുൻ യസുദുഹൽ യാഖൂതു വദ്ദുർറു. സത്യമാകുന്ന രത്നത്തിൽ തിളങ്ങുന്ന മുത്തും പവിഴവും വൈഡൂര്യങ്ങളുമുണ്ട്. യഥാർത്ഥത്തിലുള്ള രത്നവും മുത്തും പവിഴവുമെല്ലാം അസൂയ വെക്കുന്ന, തിളങ്ങുന്ന
നിറം മങ്ങാത്ത അമൂല്യമായ രത്നങ്ങളാണ് സത്യം മുറുകെ പിടിക്കുന്നവനിൽ നിന്ന് പുറത്തു വരുന്ന രത്നങ്ങൾ. അതിനെ യഥാർത്ഥ മുത്തും പവിഴവും അസൂയ കാണിക്കും എന്ന് മുൻഗാമികൾ പെട്ട ഒരു കവി സത്യത്തെ, സിദ്ഖിനെ ആലങ്കാരികമായി സംസാരിക്കവേ വർണ്ണിക്കവേ നമ്മോട് പറഞ്ഞു. ഇതാണ് സത്യം. സത്യം മധുരമാണ്, സത്യം മുത്താണ്, സത്യം പവിഴമാണ്, സത്യം അമൂല്യമാണ്, സത്യം രത്നമാണ്, സത്യം വൈദൂര്യമാണ്. ഇതാണ് 11ാമത്തെ കാര്യം, അസ്സിദ്ഖു മഅ അല്ലാഹ്. 12ാമത്തെ കാര്യം അൽ ഇഫ്തിഖാറു ഇലല്ലാഹ്. അൽ ഇഫ്തിഖാറു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നാം ആശ്രിതനാകുക. അള്ളാഹുവിലേക്ക് ഞാൻ അങ്ങേയറ്റം ആവശ്യക്കാരനാണ് എന്ന ബോധം നമുക്കുണ്ടായിത്തീരുക. ഇത് അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാനുള്ള മറ്റൊരു കാരണമാണ്. ലനാ ഇലൈക ഇഫ്തിഖാറുൻ കാമിലുൻ വലകൽ ഗിനാ വഇൽമുക യുഗ്നീനാ അനിൽ കലിമി. മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ, അള്ളാഹുവേ, നിന്നിലേക്കാണ് ഞങ്ങളുടെ ആശ്രയം, നിന്നിലേക്കാണ് ഞങ്ങളുടെ ആശ്രിതത്വം. ഞങ്ങൾ നിന്നെയാണ് ആശ്രയിക്കുന്നത്, ഞങ്ങൾ നിന്നിലേക്കാണ് കരങ്ങൾ ഉയർത്തുന്നത്. പൂർണ്ണമായും ഞങ്ങൾ നിന്നിലേക്ക് ആവശ്യക്കാരാണ്. കാരണം വലകൽ ഗിനാ വഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹുവാണ് സകല ഐശ്വര്യവും ധന്യതയും സമ്പന്നതയുമുള്ളവൻ. അവനാണ് അൽ ഗനി, അവനാണ് അൽ ഗിന. യഥാർത്ഥ ഐശ്വര്യവും സമ്പന്നതയും ധന്യതയും പൂർണ്ണമായി ആരെയും ആശ്രയിക്കാതെ വിധം അത് ഉടമപ്പെടുത്തുന്നവൻ അല്ലാഹു നീയാണ്. വഇൽമുക യുഗ്നീനാ അനിൽ കലിമി, അതുകൊണ്ട് നീ അങ്ങനെയുള്ളവനാണ് എന്ന ഞങ്ങളുടെ അറിവ്, നിന്നെക്കുറിച്ചുള്ള, നിന്റെ ധന്യതയെക്കുറിച്ചുള്ള ഞങ്ങളുടെ അറിവ്, രാജാതിരാജനായ നിന്നെക്കുറിച്ചുള്ള ഞങ്ങളുടെ അറിവ്, യുഗ്നീനാ അനിൽ കലിമി, ഞങ്ങൾക്ക് നിന്നിലേക്ക് ആശ്രയവും ആശ്രിതത്വവും അർപ്പിക്കാൻ മതിയായതാണ്. അത് വാക്കുകൾക്കതീതമാണ് എന്ന് മുൻഗാമികൾ ചിലർ പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ ആശ്രിതരാണ്, ആവശ്യക്കാരാണ് എന്ന ബോധമുണ്ടാകുക. പണ്ഡിതന്മാർ വിശദീകരിച്ചു ഇതെങ്ങനെയാണ് സാധിക്കുക. വയുഖ്ബിലു ബികുല്ലിയതിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വ തആല, അവൻ പൂർണ്ണമായും തൻ്റെ റബ്ബിലേക്ക് തിരിയുക. മുതദല്ലിലൻ ബൈന യദൈഹി, അല്ലാഹുവിൻ്റെ മുമ്പിൽ കീഴൊതുങ്ങിയവനായി വിനയാന്വിതനായി അവൻ മാറുക. മുസ്തസ്ലിമൻ ലിഅംരിഹി വനഹിഹി, അല്ലാഹുവിൻ്റെ കൽപ്പനയും വിലക്കും അതനുസരിച്ച് അവന് കീഴൊതുങ്ങി ജീവിക്കുക. മുതഅല്ലിഖൻ ഖൽബുഹു ബിമഹബ്ബതിഹി വതഅതിഹി, അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹവും അനുസരണവും നിറച്ചു വെക്കുക. അള്ളാഹു പറഞ്ഞതുപോലെ, ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയുക നബി, എൻ്റെ നിസ്കാരം, എൻ്റെ ബലി അറവ്, എൻ്റെ ജീവിതം, എൻ്റെ മരണം തന്നെയും ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. ഇങ്ങനെ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് തിരിയുക, അള്ളാഹുവിലേക്ക് മുന്നിടുക, അവൻ്റെ കൽപ്പനകൾക്കും വിലക്കുകൾക്കും കീഴൊതുങ്ങുക, അവനോടുള്ള സ്നേഹവും അനുസരണവും ഹൃദയത്തിൽ ബന്ധിക്കുക. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള ആശ്രിതത്വം എന്ന് പറഞ്ഞാൽ. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം അല്ലാഹുവിലേക്കുള്ള ഇഫ്തിഖാർ, ആശ്രിതത്വം, അതിനെപ്പറ്റി വിശദീകരിക്കവേ പറഞ്ഞു, അയശ്ഹദൽ അബ്ദു ഫീ കുല്ലി ദർറത്തിൻ മിൻ ദർറാതിഹി അല്ലാഹിറതി വൽ ബാത്തിന ഫാഖതൻ താമ്മതൻ ഇലല്ലാഹി തആല മിൻ കുല്ലി വജ്ഹിൻ. പ്രത്യക്ഷവും പരോക്ഷവുമായ ഏതൊരു അണുമണി തൂക്കം സംഗതിയാകട്ടെ, അതിൻ്റെ വിഷയത്തിലെല്ലാം പൂർണ്ണമായും എല്ലാ അർത്ഥത്തിലും ഞാൻ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ് എന്നവൻ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതായത് ഒരു കടുകുമണി തൂക്കത്തിൻ്റെ വിഷയത്തിൽ പോലും, ദർറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. ഏറ്റവും നിസാരമായ സാധനം, ഏറ്റവും ചെറിയ, സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ, അല്ലെ, ഓടിട്ട വീടിലൂടെ അതിൻ്റെ ഓടിൻ്റെ പാളിയിലൂടെ ആ വെളിച്ചം ഇങ്ങനെ കുഴൽ പോലെ പതിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാത്ത, ആ വെളിച്ചത്തല്ലാതെ നമ്മൾ കാണാത്ത പൊടിപടലങ്ങൾ ഉണ്ടാവില്ല, ധൂളികൾ. അതിലൊരു ധൂളി, ഒരു കണിക, ഒരണുമണിത്തൂക്കം കാര്യമാണ്, അത്രമേൽ നിസാരമാണ്.
അതിൻ്റെ വിഷയത്തിലാണെങ്കിൽ പോലും അത് പ്രത്യക്ഷമായി നമ്മൾ കാണുന്നതാകട്ടെ, നമ്മുടെ കണ്ണിൽ കാണാത്ത എത്രയോ സൂക്ഷ്മാണുക്കളുണ്ട് ഇവിടെ. എന്തിൻ്റെ വിഷയത്തിലാണെങ്കിൽ പൂർണ്ണമായും എല്ലാ അർത്ഥത്തിലും ഞാൻ എൻ്റെ റബ്ബിലേക്ക് ആശ്രിതനാണ്, ആവശ്യക്കാരനാണ്, ഞാൻ എത്രമേൽ നിസാരനാണ് എന്ന തിരിച്ചറിവാണ് അൽ ഇഫ്തിഖാറു ഇലല്ലാ എന്ന് പറഞ്ഞാൽ. അല്ല, നമ്മളെ കണ്ണിൽ കാണാത്ത ലോകമൊന്നടങ്കം പിടിച്ചുകുലുക്കിയ ഒരു മഹാമാരിയാകുന്ന വൈറസ് നമ്മളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ആരെങ്കിലും കണ്ടിക്കണോ? ടെലസ്കോപ്പിലല്ലാതെ. ലോകമൊന്നടങ്കം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കണ്ണിൽപ്പെടാത്ത ആ സൂക്ഷ്മാണുവിനെ കൊണ്ട് പിടിച്ചുകുലുക്കി. ആരിലേക്കായിരുന്നു ആശ്രയം? ആരായിരുന്നു കാവൽ? മനുഷ്യരുടെ ഭൗതികമായ എല്ലാ സംവിധാനങ്ങളും, അവർ നടത്തിയ ആരോഗ്യരംഗത്തെ എല്ലാ മുന്നൊരുക്കങ്ങളും, പ്രിക്കോഷൻസും വൃഥാവിലായി പോകുന്ന വിധം ജീവവായുവിന് കേണപേക്ഷിക്കുന്ന അവസ്ഥ ലോകത്തെ സമ്പന്നരും സാമ്രാജ്യത്വ ശക്തികളുമായ വലിയ വലിയ രാഷ്ട്രങ്ങൾക്ക് വരെ ആ നിസ്സഹായത നേരിടേണ്ടി വന്നു. ആരായിരുന്നു ആശ്രയം? ആരിലേക്കായിരുന്നു ആശ്രിതത്വം? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക്. ഈ തിരിച്ചറിവ് ഒരണുമണി തൂക്കം ധൂളിയുടെ വിഷയത്തിൽ പോലും, കണ്ണിൽ പെട്ടതാകട്ടെ പെടാത്തതാകട്ടെ, ഏതൊരു നിസാരമായ വസ്തുവിന്റെ വിഷയത്തിൽ പോലും ഞാൻ അള്ളാഹുവിലേക്ക് എല്ലാ അർത്ഥത്തിലും പരിപൂർണമായി ആശ്രയിക്കേണ്ടവനാണ് എന്ന തിരിച്ചറിവ്, ഇതാണ് അൽ ഇഫ്തിഖാറു ഇലല്ലാ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ഒരാൾ മനസ്സിലാക്കിയാൽ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അവൻ തൻ്റെ ഉടമസ്ഥനായ യജമാനനായ രക്ഷാധികാരിയായ റബ്ബിലേക്ക് മാത്രം തൻ്റെ ആവശ്യങ്ങൾ തിരിച്ചുവിടും. അള്ളാഹു അല്ലാത്തവരിലേക്ക് അവൻ തിരിയുകയില്ല. അവൻ്റെ ശ്വാസോച്ഛ്വാസങ്ങൾ, അവൻ്റെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളും സെക്കൻഡുകളും അള്ളാഹുവിന് തൃപ്തിയുള്ള മാർഗത്തിൽ അവൻ ചെലവഴിക്കും. അതിനെ അവൻ അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്ത മാർഗത്തിൽ പാഴാക്കി കളയില്ല. അവൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അവൻ്റെ തേട്ടങ്ങൾ, അവൻ്റെ പ്ലാനിങ്സ്, ഇതൊക്കെ അള്ളാഹുവിന് തൃപ്തിയുള്ള, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ അവൻ എന്ത് ചെയ്യും? വിനിയോഗിക്കും. അതല്ലാത്ത മാർഗത്തിൽ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ അവൻ്റെ ഉദ്ദേശങ്ങൾ പോലും ഉണ്ടാകുകയില്ല. ഏതവസ്ഥയിലും അള്ളാഹുൽ മാത്രം അവൻ അവലംബിക്കും. ഒരു പടപ്പും തന്നെ സഹായിക്കാനില്ലെങ്കിൽ, ഭൂലോകത്തെ സകല മനുഷ്യരും തനിക്കപ്പുറത്ത് തനിക്കെതിരെയാണെങ്കിലും അള്ളാഹുൽ മാത്രം ഏതവസ്ഥയിലും അവൻ അവലംബിക്കും. ഈ അവസ്ഥ ഒരു മനുഷ്യനുണ്ടായാൽ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഇതാണ് സഫാഉൽ ഉബൂദി, ഇതാണ് തനിച്ച ഉബൂദിയ്യ. ഉബൂദിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിന്റെ അടിമയാകുന്ന അവസ്ഥ. നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമയാണ്. അള്ളാഹുവിന്റെ അടിമയായി തീരുന്ന ഉബൂദിയ്യത്തിന്റെ പരിശുദ്ധമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ പറഞ്ഞതാണ്. അള്ളാഹുലേക്ക് മാത്രം തിരിയുക, അവനിലേക്ക് മാത്രം ആവശ്യങ്ങൾ നിരത്തുക, തൻ്റെ നിമിഷങ്ങളും നിമിഷാർദ്ധങ്ങളും തൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും എല്ലാം അള്ളാഹുവിന് തൃപ്തിപ്പെട്ട, അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ മാത്രം വിനിയോഗിക്കുക. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ അവൻ സഞ്ചരിക്കുക പോലുമില്ല, ചിന്തിക്കുക പോലുമില്ല. ഏതവസ്ഥയിലും അള്ളാഹുവിനെ മാത്രം അവലംബിക്കുക. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഉബൂദിയത്ത്. ഇത് പ്രവർത്തിക്കുന്നവരാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ. അള്ളാഹുവിനും അടിമക്കുമിടയിലുള്ള രഹസ്യ ജീവിതം നന്നായി തീരുക ഇപ്പോഴാണ്. ഇത് പ്രവർത്തിക്കുമ്പോഴാണ്, ഇങ്ങനെ വിജീവിക്കുമ്പോഴാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചാൽ അവനും തൻ്റെ റബ്ബിനുമിടയിലുള്ള രഹസ്യ ജീവിതം നന്നായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റാരെക്കാളും ഇഖ്ലാസോടുകൂടി സ്നേഹിക്കുന്നവനായി തീരും അവൻ. ഫയുസ്ബിഹു വയുംസി വലാ ഹമ്മ ലഹു ഗൈറു റബ്ബിഹി. നേരം വെളുത്താലും വൈകുന്നേരമായാലും എത്ര ദിവസങ്ങളും മാസങ്ങളും പിന്നിട്ടാലും റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ചിന്തയെ അവന്റെ മനസ്സിൽ മറ്റെന്തിനേക്കാൾ സ്ഥാനം പിടിക്കുള്ളൂ. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത രാവിലെയും വൈകുന്നേരവും അവന്റെ മനസ്സിൽ നിറയും. ഫഖദ് ഖതഅ ഹമ്മുഹു ബിറബ്ബിഹി അൻഹു ജമീഅൽ ഹുമൂം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അകറ്റുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ചിന്തയില്ലാത്ത ഒരു ദിവസമോ ഒരു അവസരമോ അവനുണ്ടാവില്ല. അങ്ങനെ ഉണ്ടായാൽ അതൊക്കെ അവൻ മുറിച്ചിടും. അങ്ങനെയുള്ള ബന്ധങ്ങളോ ചിന്തകളോ തീരെ വേണ്ടതില്ല എന്നല്ല, അത് ആവശ്യത്തിന് ഏറ്റവും മികച്ച ചിന്തയും ലക്ഷ്യവും തേട്ടവും അള്ളാഹുമായി ബന്ധപ്പെട്ടായിരിക്കും.
പരലോകവുമായി ബന്ധപ്പെട്ടായിരിക്കും, അള്ളാന്റെ തൃപ്തി നേടാനുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും. وأثلت إرادته جميع الإرادات ونسخت محبته له من قلبه كل محبة لسواه. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി നേടാത്ത, അല്ലാഹുവിന്റെ സ്നേഹം നഷ്ടപ്പെടുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അല്ലാത്തവരോടുള്ള തേട്ടവും അവരോടുള്ള ഉദ്ദേശവും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാത്തവരോടുള്ള സ്നേഹവുമെല്ലാം അവന്റെ ഹൃദയത്തിൽ അവൻ മാറ്റി നിർത്തും. ഇങ്ങനെ അവൻ യഥാർത്ഥ ഉബൂദിയത്തിന്റെ വക്താവായി തീർന്നാൽ, ഇതാണ് സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള ഇഫ്തിഖാർ, ആശ്രിതത്വം എന്ന് പറഞ്ഞാൽ. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ ശേഷം പറയാണ്, ഇങ്ങനെ ഒരാൾ അല്ലാഹുവിലേക്ക് ആശ്രയവും അവലംബവും തേടിയാൽ അവൻ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരനാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ, ഇൽമൻ വഹാലൻ, രണ്ട് രൂപത്തിൽ. ഒന്ന്, ഈ അറിവ് അവന് വേണം, എൻ്റെ അവസ്ഥ ഇതാണ്, ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഇത്രമേൽ ആവശ്യക്കാരനാണ്, ആശ്രിതനാണ്. അള്ളാഹു പറഞ്ഞ പോലെ, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ദരിദ്രനാണ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആശ്രിതരാണ്. അല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹുവാണ് ആരെയും ആശ്രയിക്കേണ്ടാത്ത വിധം സർവൈശ്വര്യ സമ്പൂർണവാൻ. ഈ അറിവാദ്യം അവന് വേണം, എന്നാൽ അവൻ അള്ളാഹുലേക്ക് തിരിയുള്ളൂ. വഹാലൻ, എന്നിട്ട് അവന്റെ ജീവിതത്തിൽ എല്ലാ അവസ്ഥയിലും അവനെ നടപ്പിലാക്കണം. ഈ യാഥാർത്ഥ്യത്തിൽ അവന്റെ ഹൃദയം സഞ്ചരിക്കണം. എങ്കിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഫഖദ് ഉഅതിയ അല്ലാഹു മിനത് തൗഫീഖ്, അവൻ അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിക്കും. അങ്ങനെയുള്ളവൻ അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിക്കും. വമൻ ഹുരിമഹു ഫഖദ് മുനിഅത് ത്വരീഖ വറഫീഖ്, ഇതാർക്ക് തടയപ്പെട്ട, ഇതിനെക്കുറിച്ചുള്ള ഇൽമില്ല, അവന്റെ ഹാലും ഈ രൂപത്തിലല്ല, എങ്കിൽ എന്ത് സംഭവിക്കും? അവൻ അള്ളാഹുവിന്റെ തൗഫീഖ് തടയപ്പെടും. അവൻ അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുന്ന സഞ്ചാരിയായി മാറുകയിൽ അള്ളാഹുവിലേക്കുള്ള സഞ്ചാരം തടയപ്പെടും, അവന്റെ ലക്ഷ്യം തെന്നിമാറും. അള്ളാഹു സുബ്ഹാനഹു വ തആല റഫീഖായി, എല്ലാ രംഗത്തും അവന് സഹായിയായി. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല റഫീഖിൽ അല, ഉന്നതനായ കൂട്ടുകാരനിലേക്ക് എന്ന് അള്ളാഹുവിന്റെ റസൂൽ കൈകൊളിയർത്തി അവിടുന്ന് ഈ ലോകത്തോട് വിടവാങ്ങിയതുപോലെ വിടവാങ്ങാൻ അവന് സാധിക്കില്ല. ഇങ്ങനെ അള്ളാഹുവിലേക്കുള്ള ആശ്രിതത്വം ഒരാളെ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പണിയെടുത്ത് ത്യാഗം സഹിച്ചാൽ മറ്റൊരു ബെനിഫിറ്റും കൂടിയുണ്ട്. അവൻ ഫഖദ് സലക ബിഹി സിറാത്തൽ മുസ്തഖീം, അവനാണ് നേരായ മാർഗത്തിൽ സഞ്ചരിക്കാൻ തൗഫീഖ് ലഭിക്കുന്നവൻ. സിറാത്തുൽ മുസ്തഖീമിൽ അള്ളാഹു ഹിദായത്ത് നൽകുന്നവൻ, സത്യം മുറുകെ പിടിക്കാൻ, ഫീ ദർക്കിൽ ഹഖ്, സത്യത്തിന്റെ ആളായി തീരാൻ അള്ളാഹു തെരഞ്ഞെടുക്കുന്നവർ ഈ ഇൽമും ഹാലുമുള്ള അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളായിരിക്കും. വദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. ഇതാർക്കാണ് ലഭിക്കുക? അള്ളാഹു ഉദ്ദേശിക്കുന്ന, അവൻ തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് മാത്രം അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അവൻ നൽകുന്നതാണിത്. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അള്ളാഹു അങ്ങേയറ്റം ഔദാര്യവും മഹത്വമുള്ളവനാണ് എന്ന് അദ്ദേഹം പറയാണ്. ഇതാണ് എത്രാമത്തെ കാര്യം? 12ാമത്തെ കാര്യം, അൽ ഇഫ്തിഖാറു ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള ആശ്രിതത്വം. 13ാമത്തെ കാര്യം, അൽ ഇനാബത്തു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹുവിലേക്കുള്ള മടക്കം. ഇത് അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. അള്ളാഹുവിലേക്കുള്ള മടക്കം എന്ന് പറഞ്ഞാൽ, മുൻഗാമികളിൽ ചിലർ പറഞ്ഞു, തൂബാ ലിഅബ്ദിൻ ലിമൗലാഹു ഇനാബതുഹു ഫഖദ് ഫാസ അബ്ദുൻ ഖദ് ഫാസ അബ്ദുൻ മുനീബുൽ ഖൽബി അവ്വാഹു. തന്റെ രക്ഷാധികാരിയായ ഉടമസ്ഥനായ റബ്ബിലേക്ക് മടങ്ങിയ അടിമക്ക് സ്വാഗതം, മംഗളം. ഫഖദ് ഫാസ അബ്ദുൻ മുനീബുൽ ഖൽബി അവ്വാഹു, അള്ളാഹുവിലേക്ക് മടങ്ങിയ ഹൃദയവുമായി അള്ളാഹുവിനോട് സദാ കേഴുന്ന, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന അടിമ, ഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ. അള്ളാഹുവിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ, അൽ ഇനാബത്തു ഫഹിയൽ ഇഖ്ബാലു അലല്ലാഹി ബിമഹബ്ബത്തിൻ വഖുദൂഇൻ, അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹത്തോടും വിനയത്തോടും അവനിലേക്ക് മുന്നിടുക. വൽ ഇഅറാദു അമ്മാ സിവാ, അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് തിരിഞ്ഞു കളയുക. സ്നേഹവും വിനയവും താഴ്മയും സമർപ്പിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് പൂർണ്ണമായും. അല്ലാഹു അല്ലാത്തവർക്ക് അല്ലാഹുവിനോടുള്ള സ്നേഹം പോലെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാഴ്ചവെക്കുന്ന വിനയം പോലെ, താഴ്മ പോലെ
അല്ലാഹു അല്ലാത്തവർക്ക് അവൻ നൽകുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മറ്റാരെക്കാളും അവൻ സ്നേഹിക്കുക. ആരെക്കാളും വിനയവും താഴ്മയും ഭയപ്പാടും ഭയഭക്തിയും അവൻ കാഴ്ചവെക്കുക അള്ളാഹുവിന്റെ മുമ്പിലാണ്. അള്ളാഹു അല്ലാത്തവർക്ക് അവൻ അത് വകവെച്ച് നൽകുകയില്ല. ഇതാണ് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ. വറുജൂഉ ഇലൈഹി ഫീ കുല്ലി വഖ്തിൻ, എല്ലാ സമയത്തും എല്ലാ സാഹചര്യത്തിലും അള്ളാഹുവിലേക്ക് അവൻ മടങ്ങുക. വന്നദമു അല ദംബ്, തെറ്റുകൾ സംഭവിച്ചാൽ അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് ഖേദിക്കുക, വിഷമിക്കുക. വൽ ഇസ്റാഉ ഫീ മർളാതി, നന്മയിലേക്ക് അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് ധൃതിപ്പെട്ട് മുന്നേറുക. ഇതാണ് അൽ ഇനാബത്തു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ. ഇത് അള്ളാഹു നമ്മോട് കൽപ്പിച്ച കാര്യമാണ്. സൂറത്ത് സുമറിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അനീബു ഇലാ റബ്ബിക്കും, മുഅ്മിനീങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങുക. എന്തുകൊണ്ടാണ് മടങ്ങേണ്ടത്? ബിൽ ഖൽബ് വഅസ്ലിമൂ ലഹ്, നിങ്ങൾ അള്ളാഹുവിന് കീഴൊതുങ്ങുക. എന്തുകൊണ്ടാണ് കീഴൊതുങ്ങുന്നത്? ബിൽ ജവാരിഹ്. ഈ ആയത്തിനെ വിശദീകരിക്കവേ മഹാനായ നാസിർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം മനോഹരമായി പറഞ്ഞു, അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങുക എന്നീ ആയത്തിൽ പറഞ്ഞു, അനീബു ഇലാ റബ്ബിക്കും. ശേഷം എന്ത് പറഞ്ഞു? വഅസ്ലിമൂ ലഹ്, അള്ളാഹുവിന് കീഴൊതുങ്ങുക എന്നും പറഞ്ഞു. അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടത് എങ്ങനെയാണ്? ഖൽബ് കൊണ്ടാണ്. ബിൽ ഖൽബ്, ഖൽബ് കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങിയവൻ വഅസ്ലിമൂ ലഹ്, അവയവങ്ങൾ കൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങും എന്ന് പറഞ്ഞാൽ ഖൽബിൽ അള്ളാഹുവിലേക്ക് മടക്കമുണ്ടായ ആൾ അവയവങ്ങൾ കൊണ്ട് അള്ളാഹിനെ ധിക്കരിക്കില്ല, അള്ളാഹ് പറഞ്ഞതിനെതിരെ പ്രവർത്തിക്കുകയില്ല. അപ്പൊ ഇവിടെ ഇനാബത്തും തസ്ലീം ഇത് രണ്ടും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു. അത് രണ്ടും ഒരുമിച്ച് പറഞ്ഞാൽ ഇനാബത്ത് മടക്കം കൽബ് കൊണ്ടും കീഴൊതുക്കം അമല് കൊണ്ടുമായിരിക്കും. അവിടെ ഇസ്ലാമിൻ്റെ ഒരു മുഅ്മിനിന്റെ അമലുകളുടെ രണ്ട് രൂപവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചു. അമലുകൾ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് അൽ അഅമാലുൽ ളാഹിറ, രണ്ട് അൽ അഅമാലുൽ ബാത്തിന, പുറമേക്ക് ആളുകൾക്ക് പ്രകടമാകുന്ന അമലുകൾ. ഇതാണ് നിസ്കാരം, ഹജ്ജ്, ഉംറ, ഖുർആൻ പാരായണം. ഇതൊക്കെ പുറമേക്ക് പ്രകടമാകുന്ന ആളുകൾക്ക് നമ്മൾ ചെയ്യുന്ന കാണാൻ പറ്റും. ഉള്ളുകൊണ്ട് നമ്മുടെ ഖൽബ് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന അമലുകളുടെ ഇബാദത്തുകൾ, അതിനാണ് അൽ അഅമാലുൽ ബാത്തിന എന്ന് പറയാൻ. അള്ളാഹുവിനോടുള്ള സ്നേഹം, അവനോടുള്ള വിനയം, താഴ്മ, ഭയഭക്തി, തവക്കുൽ, അൽ ഇനാബ, അൽ ഇഫ്തിഖാർ, അൽ ഇഖ്ലാസ്, അത്തൗഹീദ്, ഇതൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹ് എന്ന് പറഞ്ഞെടുത്ത് നമ്മുടെ ഖൽബ് കൊണ്ട് ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങളെയും അമലുകളിലൂടെ പ്രകടമാകേണ്ടുന്ന പ്രവർത്തനങ്ങളെയും ഉൾക്കൊള്ളിച്ചു. മാത്രമല്ല ഈ ആയത്തിന്റെ മറ്റൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ അതാർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്? അല്ലാഹുവിനു. അനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹ്, ഈ ഖൽബ് കൊണ്ടും അവയവങ്ങൾ കൊണ്ടും ചെയ്യേണ്ടുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ സൽക്കർമ്മങ്ങൾ, അമൽ സ്വാലിഹാത്തുകൾ, അത് നമ്മൾ ആർക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത്? ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അവിടെ എന്ത് പറഞ്ഞു? അൽ ഇഖ്ലാസ്. അപ്പൊ ഇഖ്ലാസ് ഉണ്ടെങ്കിലേ നമ്മുടെ ഉള്ളുകൊണ്ട് ചെയ്താലും പുറമേ നമ്മൾ എന്ത് കാട്ടിക്കൂട്ടിയാൽ അള്ളാഹ് സ്വീകരിക്കുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ അള്ളാഹ്ക്ക് അമൽ ചെയ്യേണ്ടത്. പറഞ്ഞു മനസ്സിലായോ? ഈ മൂന്ന് കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ വാചകത്തിൽ ഉൾക്കൊള്ളിച്ചു. അത്ഭുതകരമായ ആയത്താണിത്. അനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹ്, നിങ്ങൾ ഖൽബ് കൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങുക, ആന്തരികമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇബാദത്തുകൾ നിങ്ങൾ കാഴ്ചവെക്കുക. വഅസ്ലിമൂ ലഹ്, പ്രത്യക്ഷമായി നിങ്ങളുടെ അവയവങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴൊതുങ്ങുക, അല്ലാഹുവിന് മാത്രം അത് സമർപ്പിക്കുക. ഇലാ റബ്ബിക്കും അൽ ഇഖ്ലാസ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇത് എപ്പോഴാണ് നിങ്ങൾ ചെയ്യേണ്ടത്? മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്, അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പ്. താമസിച്ചുകൂടാ, വൈകിച്ചുകൂടാ. എപ്പോഴാണ് അല്ലാഹുവിന്റെ ശിക്ഷ വരിക, മുസീബത്ത് ഉണ്ടാകുക, പരീക്ഷണം സംഭവിക്കുക, നമുക്കറിയില്ല. സുമ്മ ലാ തുൻസറൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയോ പരീക്ഷണമോ ഇറങ്ങിയാൽ പിന്നെ നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല, പിന്നെ അതിന് നമ്മളെ രക്ഷിക്കാൻ ആരും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ, ചെറുപ്പല്ലേ, കൗമാരമല്ലേ, യുവാവല്ലേ, പെണ്ണെട്ടിട്ടില്ലല്ലോ, കുട്ടികളില്ലല്ലോ, ഇനി പെണ്ണും കുട്ടികളൊക്കെ ഉള്ള ആളുകൾ നിര വന്നിട്ടില്ലല്ലോ, പേരക്കുട്ടികളായിട്ടില്ലല്ലോ, 50 വയസ്സാകട്ടെ, 50 പിന്നിടട്ടെ, ഇങ്ങനെ നാളെ നാളെ നീളെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കാൻ നമുക്ക് സമയമില്ല. എപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ, അവന്റെ പരീക്ഷണം, മുസീബത്ത്, നമുക്കുള്ള ഈ ആരോഗ്യം, നമുക്കുള്ള സമ്പത്ത്, നമ്മുടെ ഒഴിവ് സമയം, ഇതെല്ലാം തിരിച്ചെടുക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സുമ്മ ലാ തുൻസറൂൻ, അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ കൂടെ നിന്നവരും
പിരികേറ്റിയവരും എരിവേറ്റിയവരും ചോരത്തിളപ്പ് ആളിക്കത്തിച്ചവരാരും ഉണ്ടാവില്ല. വൃത്തികേടിന് കൂട്ടുനിന്ന അതിനുവേണ്ടി സഹായം നൽകിയ ഒരുത്തനും അള്ളാന്റെ ശിക്ഷയിൽ നമ്മളെ സഹായിക്കാൻ ഉണ്ടാവില്ല. സുമ്മലാത്തുൻ സറൂൻ. അതുകൊണ്ട് അതിനു മുമ്പ് അള്ളാഹുവിലേക്ക് മടങ്ങുക, അവന് കീഴൊതുങ്ങുക. വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞത്. പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കവേ പറഞ്ഞു, ബാദിറു ബിത്തൗബത്തി വൽ അമലി സ്വാലിഹ്. അള്ളാഹുവിലേക്ക് മടങ്ങുക, അവന് കീഴൊതുങ്ങുക എന്ന് പറഞ്ഞാൽ തൗബ കൊണ്ട് നിങ്ങൾ മുന്നേറുക, സ്വാലിഹായ അമലു സ്വാലിഹ് കൊണ്ട് നിങ്ങൾ മുന്നേറുക, അള്ളാഹുവിന്റെ ശിക്ഷയും പരീക്ഷണവും വരുന്നതിന് മുമ്പ്. ബശ്ശിർ ഫുആദക ബിൻ നസീബിൽ വാഫി മിൻ ഖുർബി റബ്ബിക വാസിൽ അൽഫാഫി വസ്അൽഹു അൻ യക്സൂക തൗബ ഇനാബത്തിൻ വഹിദായത്തിൻ വസലാമത്തിൻ വഅവാഫി. മുൻഗാമികളിൽ ചിലർ പാടിയതുപോലെ നിന്റെ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായ കാരുണ്യവും ദയാവായ്പകളുമുള്ള റബ്ബിലേക്കുള്ള സാമീപ്യത്തിന്റെ വിഹിതം കൊണ്ട് നിന്റെ ഹൃദയത്തെ നീ വിശാലമാക്കിക്കോ, സമ്പന്നമാക്കിക്കോ. വസ്അൽഹു അൻ യക്സൂക തൗബ ഇനാബത്തിൻ വഹിദായത്തിൻ വസലാമത്തിൻ വഅവാഫി. സൗഖ്യത്തിന്റെയും രക്ഷയുടെയും ഹിദായത്തിന്റെയും അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഇനാബത്തിന്റെയും അള്ളാഹുവിലേക്കുള്ള മടക്കത്തിന്റെയും വസ്ത്രം നിന്നെ അണിയിക്കാൻ നിന്റെ റബ്ബിനോട് നീ ചോദിച്ചോ, കരങ്ങൾ ഉയർത്തിക്കോ എന്ന് മുൻഗാമികൾ പറഞ്ഞതുപോലെ. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള മടക്കം എന്ന് പറഞ്ഞാൽ അൽ ഇനാബത്തു ഇലല്ലാഹ്. ഇത് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ്. 14ാമത്തെ കാര്യം അസ്സലാമത്തു മിൻ ഗില്ലിൽ ഖുലൂബ്. ഹൃദയത്തിന്റെ ദുഷ്ടതകളിൽ നിന്ന് ഹൃദയത്തെ സുരക്ഷിതമാക്കുക. ഹൃദയത്തെ ബാധിക്കുന്ന ദുഷ്ടതകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് സുരക്ഷിതത്വം ഉണ്ടാകുക. ഇത് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. മുൻഗാമികൾ പാടി, ഖല്ലിസ് ഫുആദക മിൻ ഗില്ലിൻ വമിൻ ഹസദിൻ ഫൽഗില്ലു ഫിൽ ഖൽബി മിസ്ലുൽ ഗില്ലി ഫിൽ ഉനുഖി. നിന്റെ ഹൃദയത്തെ ദുഷ്ടതയിൽ നിന്നും, വെറുപ്പിൽ നിന്നും, വിദ്വേഷത്തിൽ നിന്നും, അസൂയയിൽ നിന്നും നീ സുരക്ഷിതമാക്കിക്കോ, ശുദ്ധീകരിച്ചോ. ഹൃദയത്തിലുള്ള ദുഷ്ടത, ഹൃദയത്തിലുള്ള വെറുപ്പ്, വിദ്വേഷം അത് നിന്റെ പിരടിയിൽ വിലങ്ങുവച്ചതിന് സമാനമാണ്. നിന്റെ കഴുത്തിൽ ആമം വെച്ചതുപോലെ, നിന്റെ കഴുത്തിൽ വിലക്ക് സ്ഥാപിച്ചതുപോലെ നിന്റെ ഹൃദയത്തിൽ ദുഷ്ടതയും അസൂയയും വിദ്വേഷവും പകയും പോരുമുണ്ടെങ്കിൽ അത് കഴുത്തിൽ ആമം വെച്ചവന്റെ അവസ്ഥ എന്തായിരിക്കും? കഴുത്തിൽ വിലങ്ങെട്ടയാളുടെ അവസ്ഥ, കഴുത്തും തോളും കൂടി കൂട്ടിക്കെട്ടൊരു വിലങ്ങെട്ടയാളുടെ അവസ്ഥ കഴുത്തനക്കാൻ പറ്റുമോ? പിന്നെ പറ്റുമോ? ഇല്ല. ഇതുപോലെയായിരിക്കും ഹൃദയത്തിൽ പകയും വിദ്വേഷവും വെറുപ്പും കുരുട്ടും അസൂയയും ഒക്കെ ഉള്ള ആളുടെ കൽബിന്റെ അവസ്ഥ. ആ കൽബ് നന്നാവുന്ന അവസ്ഥ ഉണ്ടാവില്ല. ആ കൽബ് വടക്കാവും. ആ കൽബിനെ നയിക്കുന്നത് പിന്നെ ആ ദുഷ്ടതകളും പോരും വെറുപ്പും വിദ്വേഷമായിരിക്കും. ആ കൽബ് നന്നാവാൻ പോണില്ല. കൽബ് കുപ്പത്തൊട്ടിയായിരിക്കും. അല്ലാഹു ഇയ്യാക്കും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഫീഖ് ലഭിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട അടയാളമാണ് ഒരു മനുഷ്യന്റെ വാക്ക്, അവന്റെ പ്രവർത്തനം, അവന്റെ അവസ്ഥകളൊക്കെ നന്നായി തീരുക എന്നുള്ളത്. അതോടൊപ്പം സലാമത്തു സുദ്രിഹി വ നഖാഉ ഖൽബിഹി, അവന്റെ ഹൃദയം, അവന്റെ കൽബ് ശുദ്ധമായി തീരുക എന്നുള്ളത്. വഖുലുഹു മിൻ കുല്ലി ഗില്ലിൻ വഹസദിൻ വഹിഖ്ദിൻ, എല്ലാവിധ പകയിൽ നിന്നും, വിരോധത്തിൽ നിന്നും, വെറുപ്പിൽ നിന്നും, വൈരത്തിൽ നിന്നും, അസൂയയിൽ നിന്നും, വിദ്വേഷത്തിൽ നിന്നും അവന്റെ ഹൃദയം സംശുദ്ധമായി തീരുക. ആർക്കെതിരെയാണത്? അലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കെതിരെ. ലാ സിയ്യമ അഖാരിബുഹു വജീറാനുഹു വഇഖ്വാനുഹു, പ്രത്യേകിച്ച് കുടുംബക്കാരോട് ദേഷ്യം, വെറുപ്പ്, അയൽവാസികളോട് വിദ്വേഷം, പക, സ്വന്തം ആദർശത്തിൽ, തൗഹീദിൽ, സുന്നത്തിൽ, ഹക്കിൽ അടിയുറക്കുന്ന, തോളുരുമ്മി കാൽ ചേർത്ത് വെച്ച് നിൽക്കുന്ന, ഒരേ സഫിൽ ഒരേ റബ്ബിലേക്ക് സാഷ്ടാംഗം നമിക്കുന്ന തന്റെ സഹോദരങ്ങളോട് ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം, പക, പോര്, അവന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ വയ്യ, അവനോടൊന്ന് മനം തൊട്ട് സലാം പറയാൻ വയ്യ, അവനെ കണ്ടാൽ പുഞ്ചിരിക്കാൻ വയ്യ. മഹ്മാ ലഖിയ മിൻഹും സുനൂഫിൽ അദാ വദുറൂബിൽ മിഹൻ, അവരിൽ നിനക്ക് എന്ത് ഉപദ്രവം നേരിട്ടാലും, എന്തു പരീക്ഷണങ്ങൾ ഉണ്ടായാലും നിന്റെ മനസ്സിൽ അവരോട് ലവലേശം പോലും അസൂയയോ വിദ്വേഷമോ വെറുപ്പോ വിരോധമോ വൈരമോ പകയോ
ഉണ്ടാകാൻ പാടില്ല. ഈ അവസ്ഥയിൽ നിന്റെ ഹൃദയം ശുദ്ധിയായാൽ അത് അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ്. അള്ളാഹു നമുക്ക് ഇതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിയെ ഉദ്ധരിച്ചു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻഗാമികളായ അമ്പിയാക്കളെ കുറിച്ച് തങ്ങൾക്ക് ഉദ്ധരിക്കുകയാണ്. അവർ അനുഭവിച്ച പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ നബി ഹിക്കായത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നത് ഞാൻ നോക്കിക്കാണുകയാണ്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അമ്പിയാക്കളിൽ ചിലർ അവരുടെ സമൂഹം അവരെ ദ്രോഹിച്ചു, അവരെ അടിച്ചു, അവരെ മർദ്ദിച്ചു. അവരുടെ മർദ്ദനം കാരണം അവരുടെ മുഖത്തുകൂടി വഹുവ യംസഹു ദമ അൻ വജ്ഹി, തന്റെ സമൂഹം അള്ളാഹുവിലേക്ക്, സത്യത്തിലേക്ക്, നന്മയിലേക്ക് ക്ഷണിച്ചപ്പോൾ ആ ക്ഷണിച്ചതിന്റെ പേരിൽ ആ അമ്പിയാക്കളിൽ പലരെയും അടിച്ചു. അവരുടെ മുഖത്തു നിന്ന് രക്തം ഒലിച്ചു. ആ രക്തം മുഖത്ത് നിന്ന് അവരെ നന്മയിലേക്ക് നയിച്ചപ്പോൾ അവരിൽ നിന്നേറ്റ മർദ്ദനങ്ങൾ കാരണം അവരുടെ മുഖത്തുകൂടി പ്രവഹിച്ച രക്തം തുടച്ചുകൊണ്ട് അമ്പിയാക്കളിൽ ചിലർ, നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ദുആ ചെയ്തിട്ടില്ലേ? ത്വായിഫിന്റെ മണ്ണിൽ ഉഹദ് യുദ്ധത്തിന്റെ വേളയിൽ അല്ലാഹുമ്മ ഗഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹുവേ എൻ്റെ സമൂഹത്തിന്, ഈ സമൂഹത്തിന് നീ പുറത്തു കൊടുക്കണമേ റബ്ബേ, ഫഇന്നഹും ലാ യഅലമൂൻ, അവരറിവില്ലാത്തവരാണ് റബ്ബേ. നോക്കൂ നിങ്ങൾ, വല്ലാത്തൊരു ദുആ ആണിത്. അയാ സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ദുആയാണിത്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിലേക്ക്, നന്മയിലേക്ക്, ഹക്കിലേക്ക്, സ്വർഗത്തിലേക്ക്, ഹിദായത്തിലേക്ക് സമൂഹത്തെ ക്ഷണിച്ചപ്പോൾ അവർ തിരിച്ചു കൊടുത്തത് എന്താ? തെറിവിളിയും ആക്ഷേപവും മർദ്ദനവും. അതുകൊണ്ട് മാത്രം പീഡിപ്പിക്കപ്പെട്ടു. ആ അടി കിട്ടി, അവരുടെ അടി കാരണം മുഖത്തുകൂടെ രക്തമൊലിച്ചു. ആ രക്തം തുടച്ചിട്ട് അതിന്റെ വേദനയുണ്ട്, പ്രയാസമുണ്ട്, വിഷമമുണ്ട്, പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. എന്നിട്ടാ അവരുടെ അടി കിട്ടി, അത് കാരണമായി ഒലിച്ച രക്തം മുഖത്ത് നിന്ന് തുടച്ചു നീക്കിയിട്ട് പറയണം, അല്ലാഹുമ്മ ഗഫിർ ലിഖൗമി, അല്ലാഹു ഇതെനിക്ക് കേൾപ്പിച്ച ഈ രക്തം എന്റെ മുഖത്ത് നിന്ന് ചിന്തിയ ഖൗമി, എന്റെ സമൂഹം. അപ്പോഴും എന്റെ സമൂഹം എന്നാ പറയണം. അത് അമ്പിയാക്കളുടെ ശഫഖത്താണ്, തങ്ങളുടെ ഉമ്മത്തിനോടുള്ള കാരുണ്യമാണ്, ദയാവായ്പാണ്. അവരെന്തിങ്ങോട്ട് പ്രവർത്തിച്ചാലും റബ്ബേ നീ അവരെ ശിക്ഷിക്കരുതേ, അവരെ ഈ തോന്നിവാസത്തിന് നീ അവരെ പിടികൂടരുതേ, അവർക്ക് നന്മ നൽകണമേ, അവരെ ഹിദായത്തില എന്റെ സമൂഹമാണ്, അവർക്ക് നീ തെറ്റ് പുറത്തു കൊടുക്കണേ. അല്ലാഹുമ്മ ഗഫിർ ലിഖൗമി. എന്തൊരു കാരുണ്യമാണിത്! തീർന്നില്ല. എന്നിട്ട് എന്താ പറയുക? ഫഇന്നഹും ലാ യഅലമൂൻ, അവരറിവില്ലാത്തവരാണ് റബ്ബ്. അവർക്ക് വേണ്ടി എക്സ്ക്യൂസ് പറയാണ്, ഒഴിവഴി. അവര് വിവരമില്ലാത്തതുകൊണ്ട് ചെയ്താണ് റബ്ബ്, വിവരമില്ലാത്തവരാണ്, അതുകൊണ്ട് സംഭവിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ ഈ സമൂഹത്തിന്, എന്നെ മുഖത്ത് പ്രഹരിച്ച് രക്തം ഒലിപ്പിച്ച ഈ സമൂഹത്തിന് അതിൻ്റെ പേരിൽ പിടികൂടാതെ നീ പുറത്തു കൊടുക്കണമേ റബ്ബേ, അവരറിവില്ലാത്തവരാണ്. എന്തൊരു ദുആ ആണിത്! ഇതാണ് നമ്മുടെ അമ്പിയാക്കളുടെ മാതൃക, ഇതാണ് നമ്മുടെ മുൻഗാമികളുടെ മാതൃക. ഇങ്ങനെ പ്രയാസമുണ്ടായാലും അവർ ക്ഷമിച്ചു. ഒരു ലവലേശം പോലും പകയോ ദേഷ്യമോ വെറുപ്പോ അസൂയ അവരോടുണ്ടായില്ല എന്നാണ്. നമ്മളൊക്കെ അവസ്ഥ എന്താണ്? നമുക്കിഷ്ടമില്ലാത്തൊരു വാക്ക് പറഞ്ഞാൽ, ഇഷ്ടമില്ലാത്തൊരു അഭിപ്രായം പറഞ്ഞാൽ, നമ്മൾ കണ്ടൊരു തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ, നമ്മളോട് എന്തെങ്കിലും അരുതാത്തത് കണ്ട് ചോദ്യം ചെയ്താൽ അവരോട് നമ്മളെ സമീപനം എന്തായിരിക്കും? നമ്മുടെ വീട്ടുകാരോട്, നമ്മുടെ വേണ്ടപ്പെട്ടവരോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ ആദർശ സുഹൃത്തുക്കളോട് നമ്മളോടൊരു വിയോജിപ്പുണ്ടായാൽ എന്താണ് നമ്മുടെ സമീപനം? അവരോട് വെറുപ്പില്ലാതിരിക്കുന്നതിനപ്പുറത്ത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനപ്പുറത്ത്, അവർക്ക് വേണ്ടി ഒഴിവ് കഴിവുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിരത്തുന്നതിനപ്പുറത്ത്, ശത്രുക്കളെ വെല്ലുവിളിക്കുന്നത് പോലെ, പിച്ചു ചീന്തുന്നത് പോലെ പരസ്യമായി അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന അവസ്ഥ സംഭവിക്കുന്നില്ലേ? അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇത് ഇസ്ലാമിന്റെ പാരമ്പര്യമല്ല, ഇതല്ല സലഫിയത്ത്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഫീഖ് ലഭിക്കാൻ നമ്മുടെ ഹൃദയം ഈ പറഞ്ഞ ദുർഗുണങ്ങളിൽ നിന്നും ദുഷ്ടതകളിൽ നിന്നും ശുദ്ധമാകണം എന്നതിന് ഈ പറഞ്ഞ ഒരൊറ്റ ഹദീസ്, അമ്പിയാക്കളുടെ ദുആ, അല്ലാഹുമ്മ ഗഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, അവരുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും മുഖത്തെ രക്തം തുടച്ചു നീക്കി അവർ പ്രാർത്ഥിച്ച ഈ ദുആ മാത്രം മതി നമ്മുടെ ഖൽബ് ശുദ്ധമാകാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന തെളിവായി. ഇത് മാത്രം മതി. ഇത് അമ്പിയാക്കളുടെ സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മോട് പിൻപറ്റാൻ പറഞ്ഞ സ്വഭാവം. ഉലൈക ലദീന ഹദല്ലാഹ്, ഈ അമ്പിയാക്കളാണ് അള്ളാഹു ഹിദായത്തിലാക്കിയവർ. അള്ളാഹു സൂറത്തുൽ അൻആമിൽ പറഞ്ഞു, ഫബിഹുദാഹു മുഖ്തദിഹ്, അവർക്ക് ലഭിച്ച ഹിദായത്ത്, അവർ സഞ്ചരിച്ച ഹുദാ, സന്മാർഗം, ഇഖ്തദിഹ്, നിങ്ങൾ അതിനെ പിൻപറ്റണം, നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയാം. മുമ്പിൽ ഇരുന്ന് ചിരിച്ചാൽ ഞാൻ ഇവിടുന്ന് പുറത്താക്കും. ഞാനിവിടെ തമാശയും നാട്ടുവർത്താനല്ല പറയുന്നത്. മുമ്പിൽ ഇരുന്ന് ചിരിക്കാനാണെങ്കിൽ മസ്ജിദിന് പുറത്തു പോവാ, ആരാണെങ്കിലും. ചിരിക്കാനുള്ള കഥകളാണ് പറയുന്നത് ഇവിടെ. അമ്പിയാക്കളുടെ വിശേഷണമാണെന്ത്? ഒരാളോടും മനസ്സിൽ, ശത്രുക്കളോട് പോലും വെറുപ്പും വിദ്വേഷവും പകയും ഇല്ലാതിരിക്കുക എന്നുള്ളത്. തീർന്നോ? സ്വർഗാവകാശികളുടെ, സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ വിശേഷണമാണിത്. ദുനിയാവിൽ ഇതുള്ളവർക്ക് ആഖിറത്തിൽ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. കാരണം സ്വർഗീയരുടെ വിശേഷണമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാനൻ അലാ സുറുറിൻ മുതഖാബിലീൻ. സൂറത്തുൽ ഹിജ്റിലെ 47-ാമത്തെ ആയത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ വിശേഷണമായി അല്ലാഹു പറയാണ്, നാം അവരുടെ ഹൃദയങ്ങളിൽ നിന്ന്, നെഞ്ചകങ്ങളിൽ നിന്ന് പകയും വിദ്വേഷവും ഊരിക്കളഞ്ഞു, ഇല്ലാതാക്കി. ഇഖ്വാനൻ, അവരേകോദര സഹോദരങ്ങളായി. അലാ സുറുറിൻ മുതഖാബിലീൻ, സ്വർഗത്തിൽ അല്ലാഹു ഒരുക്കിയ ആരാമങ്ങളിൽ, കൊട്ടാരങ്ങളിൽ, അല്ലാഹു അടുക്കി വെച്ച കട്ടിലുകളിൽ പരസ്പരം അഭിമുഖമായി മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ച് കുശലാന്വേഷണങ്ങൾ നടത്തുന്ന ഏകോദര സഹോദരങ്ങളായി അവരെ അല്ലാഹു മാറ്റുന്നതാണ്. എങ്ങനെ അത് സാധിക്കുക? എന്തുകൊണ്ടാണ് മുഖത്തോട് മുഖം നോക്കാൻ സാധിക്കാത്തത്? തന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി കൽബ് തൊട്ടൊരു സലാം പറയാൻ സാധിക്കാത്തത്, ഒന്ന് ചിരിക്കാൻ സാധിക്കാത്തത്, അവനൊന്ന് മുഖം കൊടുക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാ? മുഖത്തേക്ക് നോക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാ? മനസ്സിൽ ദേഷ്യം കൊണ്ടാണ്, പക കൊണ്ടാണ്, വെറുപ്പ് കൊണ്ടാണ്. അതല്ലാഹു ഊരിയെടുക്കുന്നവർ അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ, സ്വർഗാവകാശികൾ അവരാണ്. അതുകൊണ്ടാണ് അവർ മുഖത്തോട് മുഖം നോക്കി സന്തോഷത്തോടെ സാഹോദര്യം പുലർത്തുന്നത്. നോക്കൂ നിങ്ങൾ, ഇത് സ്വർഗാവകാശികളുടെ വിശേഷണമാണ്. അള്ളാഹു നമ്മെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. തീർന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന പ്രസിദ്ധമായ ഹദീസിൽ നമ്മോട് പറയുന്നു, അവ്വലു സുംറത്തിൻ തദ്ഖുലുൽ ജന്നത അലാ സൂറത്തിൽ ഖമരി ലൈലത്തുൽ ബദ്ർ. സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിക്കുന്ന വിഭാഗം ആളുകൾ, അവരുടെ രൂപം എങ്ങനെയായിരിക്കും? അവരുടെ സൗന്ദര്യം, അവരുടെ ഭംഗി, അവരുടെ ബാഹ്യമോടി 14-ാം രാവിലെ പൗർണമിയിലെ പൂർണ്ണചന്ദ്രന് സമാനമായിരിക്കും അവരുടെ ഭംഗി. സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന ആളുകളുടെ ഭംഗി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വല്ലദീന അലാ ആസാരിഹിം കഅഹ്സനി കൗകബിൻ ദുർരിയിൻ ഫി സമാഇ ഇദാഅതൻ. അവർക്ക് ശേഷം രണ്ടാമതായി പ്രവേശിക്കുന്നവർ ആകാശത്ത് പ്രകാശം സ്ഫുരിക്കുന്ന, ആകാശത്തിന്റെ അലങ്കാരമായി തീരുന്ന തിളങ്ങുന്ന വെണ്മയുള്ള നക്ഷത്രങ്ങൾക്ക് സമാനമായിരിക്കും അവരുടെ സൗന്ദര്യം, ഭംഗി. സ്വർഗത്തിൽ രണ്ടാമത് പ്രവേശിക്കുന്ന ആളുകളുടെ പ്രത്യേകത. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖുലൂബുഹും അലാ ഖൽബി റജുലിൻ വാഹിദ്. ഇങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്വർഗീയരായിട്ടുള്ള ആളുകൾ, അവരുടെ ഹൃദയത്തിന്റെ സൗന്ദര്യം എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞത് അവരുടെ ശരീരത്തിന്റെ സൗന്ദര്യമാണ്, അവരുടെ പുറമേയുള്ള സൗന്ദര്യമാണ്. ഇനി അവരുടെ ഉള്ളിന്റെ, ഖൽബിന്റെ സൗന്ദര്യം എന്താണ്? അലാ ഖൽബി റജുലിൻ വാഹിദിൻ. അവരുടെ ഹൃദയങ്ങളെല്ലാം ഒരൊറ്റ മനുഷ്യന്റെ ഹൃദയത്തെ പോലെ ആയിരിക്കും, ഒരൊറ്റ ഖൽബ് പോലെ ആയിരിക്കും സകല സ്വർഗീയരുടെയും ഹൃദയങ്ങൾ. എന്താണ് കാരണം? ലാ തബാഗുദ ബൈനഹും, അവർക്കിടയിൽ പരസ്പര വിദ്വേഷമില്ല. വലാ തഹാസുദ ബൈനഹും, അവർക്കിടയിൽ പരസ്പരം അസൂയയില്ല. ലികുല്ലി ഇംറിഇൻ സൗജതാൻ. നോക്കൂ നിങ്ങൾ, സ്വർഗത്തിലെ ആളുകളുടെ ഭംഗിക്ക്, ആന്തരികവും ബാഹ്യവുമായ ഭംഗിക്കുള്ള കാരണം എന്താണ്? ഖൽബിൽ വിദ്വേഷമില്ല, ഖൽബിൽ പകയില്ല, വെറുപ്പില്ല, അസൂയയില്ല. അകം മിനുക്കാതെ പുറം മിനുക്കിയിട്ട് എന്തു കാര്യം? പുറമേക്ക് മൊഞ്ചനും തൊലിവെളുപ്പുള്ളവനും സൗന്ദര്യത്തിന്റെ മകുടോദാഹരണവുമായിട്ട് എന്ത് കാര്യം? ഉള്ളു ഖൽബ് കുപ്പത്തൊട്ടിയാണെങ്കിൽ അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഉള്ളും അകവും പുറവും അള്ളാഹു ഒരുപോലെ വെണ്മയും തിളക്കവും ഭംഗിയുമുള്ളതാക്കി മാറുമാറാകട്ടെ. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്,
ലികുല്ലി ഇംറിഇൻ സൗജതാൻ മിൻ ഹൂരിൽ ഐൻ. ഈ സ്വർഗസ്ഥരായിട്ടുള്ള ഓരോ മനുഷ്യനും 2 ഭാര്യമാരുണ്ടാകും. ദുനിയാവിലെ ലോകസുന്ദരിമാരല്ല, മറിച്ച് മിൻ ഹൂരിൽ ഐൻ, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യന്റെ മനസ്സിലും സൗന്ദര്യം വിഭാവനം ചെയ്യാൻ, വർണ്ണിക്കാൻ സാധിക്കാത്ത ഹൂറുല്ലീങ്ങൾ, സ്വർഗീയ സ്ത്രീകൾ 2 ഉണ്ടാകും അവർക്ക്. അതുകൊണ്ട് ദുനിയാവിൽ 2 കെട്ടാൻ സാധിക്കാത്തവർ ആഖിറത്തിൽ 2 കെട്ടാനുള്ള പണിയെടുത്തോളി. യുറാ മുഖ്സുഖിഹിന്ന മിൻ വറാഇൽ അൽമി വൽ ലഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗീയ സ്ത്രീകളുടെ സൗന്ദര്യത്തെക്കുറിച്ച് റസൂലുള്ളാഹിയോട് അറിയിക്കാണ്. അവരെ കണങ്കാലിന്റെ മജ്ജയുണ്ടല്ലോ, അതവരുടെ എല്ലിനും മാംസത്തിനും ഇടയിൽ പുറമേക്ക് കാണുന്നതാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അങ്ങനെ കാണുന്നത് സൗന്ദര്യമാണോ? നമുക്കറിയില്ല. പണ്ഡിതന്മാർ ഈ ഭാഗത്തെ വിശദീകരിക്കപ്പെടണം. അതായത് അവരുടെ മാംസത്തിനും എല്ലിനും ഇടയിലൂടെ അതിന്റെ പിന്നിലുള്ള അവരുടെ മജ്ജ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, അവർ മുത്തും പവിഴവും സമാനമായിരിക്കും. തിളങ്ങുന്ന ഗായത്തുൽ ഹുസ്ൻ, സൗന്ദര്യത്തിന്റെ അങ്ങേയറ്റം, ഒരു ലോകസുന്ദരിക്കും കിടപിടിക്കാൻ പറ്റാത്ത സൗന്ദര്യത്തിന്റെ മകുടോദാഹരണങ്ങളായിരിക്കും സ്വർഗസ്ത്രീകൾ. സഫാഉൽ ജസദ്, അവരുടെ ശരീരത്തിന്റെ ഭംഗി, വെളുപ്പ്, വെണ്മ അത് അപാരമായിരിക്കും. അതുപോലെ തന്നെ റിഖത്തുൽ ബശറ, അവരുടെ തൊലിയുടെ ചർമ്മത്തിന്റെ നൈർമല്യം അതത്രമേൽ എന്താ പറയാ, വർണ്ണനാതീതമായിരിക്കും. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഈ ഹൂറുല്യങ്ങളെ വരിക്കുന്ന ആളുകളുടെ പ്രത്യേകതയാണെന്ത്? അവരുടെ ഹൃദയത്തിൽ വെറുപ്പോ വിദ്വേഷമോ അസൂയോ ഉണ്ടായിരിക്കില്ല എന്നുള്ളത്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹൃദയത്തിൽ ഈ ഗുണം വളർത്താൻ നമ്മൾ മെനക്കെടുക, പണിയെടുക്കുക, പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. തടി നന്നാക്കാനും വയറ് ചാടിയാൽ അത് കുറയ്ക്കാനും, വ്യായാമം ചെയ്യാനും, എക്സസൈസ് ചെയ്യാനും, സായാഹ്ന സവാരിയും അതുപോലെ തന്നെ പ്രദോഷ സവാരിയൊക്കെ നടത്താനും നമുക്ക് വലിയ പൂതിയാണ്. മേലനങ്ങാനും തടിയനക്കാനൊക്കെ, പുറമേക്ക് ചേലുപ്പിക്കാനും ഭംഗിയുണ്ടാക്കാനും കേട് നന്നാക്കാനൊക്കെ. നമ്മുടെ ഉള്ളകം നന്നാക്കാൻ നമ്മൾ കാര്യമായി പണിയെടുക്കേണ്ടതുണ്ട്, ഞാനും നിങ്ങളും. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് നമ്മൾ ശീലിക്കണം, പരിശീലിക്കണം. ഇതിനു വേണ്ടി നമ്മൾ നിരന്തരം പണിയെടുക്കണം. എന്നിട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിലോ? പണ്ഡിതന്മാർ പറഞ്ഞു, ഫസലിൽ മുവഫിഖ് ഫമൻ ദഅാഹു ثم لم يجد بقيته ومن الذي أدمن الطرق لباب مولاه الكريم ثم لم يفتح له. അള്ളാഹുവിനോട് തൗഫീഖിന് വേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കുക, ഖൽബ് നന്നാക്കാൻ. اللهم يا مقلب القلوب ثبت قلبي على دينك. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها مولاها. ഇങ്ങനെയുള്ള ദുആകൾ നിരന്തരം അള്ളാഹുവിനോടുള്ള ദുആഇന്റെ കവാടങ്ങളിൽ നീ മുട്ടിക്കൊണ്ടേയിരിക്കുക. നീ മുട്ടുന്തോറും അത് തുറക്കപ്പെടാൻ സാധ്യതയേറും. അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഒരു വാചകം കൂടി പറഞ്ഞിട്ട് ഞാൻ ബാങ്ക് കൊടുക്കാൻ വരിക. വജമീലുൻ അൻ യതഖല്ലസൽ മർഉ മിൻ ഗില്ലി നഫ്സിഹി. അപ്പോൾ ഒരു മനുഷ്യൻ കൽബിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും, മറ്റുള്ളവരുടെ വെറുപ്പും വിദ്വേഷവും സ്വന്തം കൽബിൽ നിന്ന് ഇല്ലാതാക്കുക എന്നുള്ളത് ജമീലുൻ, അത് വളരെ മനോഹരമായ ഗുണമാണ്. സ്വന്തം കൽബിൽ മറ്റൊരാളോട് വെറുപ്പും വിദ്വേഷം ഇല്ലാതിരിക്കുക എന്നുള്ള ജമീലുൻ, അത് സൗന്ദര്യമാണ്. എന്നിട്ട് പണ്ഡിതന്മാർ വഅജ്മലു മിൻ ദാലിക്, എന്നാൽ അതിനേക്കാൾ മനോഹരം, അതിനേക്കാൾ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മൻ സാഅദ ഗൈറഹു അല തഖല്ലുസി മിൻ ദഅനിഹി. മറ്റുള്ളവർ തന്നോടിങ്ങോട്ട് ദേഷ്യവും വെറുപ്പും വെച്ച് പുലർത്താതിരിക്കാൻ, അവരെ വെറുപ്പിക്കാതിരിക്കുക എന്നുള്ള അതിനേക്കാൾ ഭംഗിയും സൗന്ദര്യമുള്ള കാര്യമാണ്. പറഞ്ഞു മനസ്സിലായോ? സ്വന്തം മനസ്സിൽ മറ്റുള്ളവരുടെ വെറുപ്പും വിദ്വേഷം ഇല്ലാതിരിക്കുക എന്നുള്ളത് ഭംഗിയാണ്. എന്നാൽ അതിനേക്കാൾ ഭംഗിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരാൾ നമ്മൾ വെറുക്കാതിരിക്കാനുള്ള പണി നമ്മൾ എടുക്കുക, നമ്മൾ ആരും വെറുപ്പിക്കാതിരിക്കുക എന്നുള്ളത് അതിനേക്കാൾ ഭംഗിയുള്ള കാര്യമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വഫഖന അല്ലാഹു വഇയ്യാകും. وزكها أنت خير من زكاها أنت وليها مولاها يا رب العالمين. اللهم يا مقلب القلوب ثبت قلوبنا إلى دينك ويا مصرف القلوب صرف قلوبنا إلى طاعتك يا رب العالمين. اللهم أعنا على ذكرك وشكرك وحسن عبادتك والتوفيق إلى طاعتك يا رب العالمين. فمن كان ذا قلب سليم موفق خلي من الأهواء ومن معدل الخطل توخى الذي ينجيه يوم معاده
വഫി ഹാദിഹി ദുനിയ യകൂനു അലാ വജലിൻ. മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ ആരാണോ അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിച്ച തോന്നിവാസങ്ങളിൽ നിന്നും അവിവേകങ്ങളിൽ നിന്നും ഹൃദയത്തെ രോഗാതുരമാക്കുന്ന ദുഷ്ടതകളിൽ നിന്നും സുരക്ഷിതമായ ഹൃദയത്തിനുടമയായി തീർന്നത്, തവഖല്ലദി യുൻജീഹി യൗമ മഅദിഹി വഫീ ഹാദിഹി ദുനിയ യകൂനു അലാ വജലിൻ. ഈ നശിക്കുന്ന ദുനിയാവിൽ പരലോകത്തെക്കുറിച്ച് അങ്ങേയറ്റം പേടിപ്പെട്ട് ഞാൻ മടങ്ങേണ്ട ദിവസത്തിനു വേണ്ടി ഹൃദയത്തെ ഇത്തരം തോന്നിവാസങ്ങളിൽ നിന്നും ദുഷ്ടതകളിൽ നിന്നും രോഗാതുരമായ അവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടുത്തി പരലോകത്തെ ലക്ഷ്യമാക്കി ജീവിച്ചവൻ ആരാണോ അവനാണ് സുരക്ഷിതമായ ഹൃദയമുള്ളവൻ, അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിച്ചവൻ. അതുകൊണ്ട് കൽബ് നന്നാവുക, കൽബിൽ ഒരാളോടുമുള്ള പകയോ വിദ്വേഷമോ വെറുപ്പോ ഇല്ലാതിരിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ്. ഇതാണ് 14-ാമത്തെ കാര്യം. 15-ാമത്തെ കാര്യം ശുക്ർ നിഅമ. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ഖുതുബയിൽ വിശദമായി പറഞ്ഞതാണ് ശുക്രിനെ പറ്റി. അത് വിശദമായി കേൾക്കാൻ ആഗ്രഹമുള്ളവർ സാധിക്കുമെങ്കിൽ അത് കേൾക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? ഹൃദയത്തിൽ അത് തിരിച്ചറിയുക. ഒന്നാമതായി അള്ളാഹു നൽകിയതല്ലാതെ ഒന്നും എനിക്കില്ല. നാവ് കൊണ്ട് അതിന് റബ്ബിനെ സ്തുതിക്കുക അതിയായി. അതിൻ്റെ കാരണക്കാരൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെ നിശ്ചയിച്ചാലും അതെനിക്ക് നൽകിയവൻ, അതിൻ്റെ ദാതാവ് അള്ളാഹു ആണെന്ന തിരിച്ചറിവിൽ അവനെ സ്തുതിക്കുക. ആ നിഅമത്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ വിനിയോഗിക്കുക. ഇതാണ് അള്ളാഹു ചെയ്തെന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ചില ആളുകൾ വിചാരിക്കും ഒരാൾക്ക് ദുനിയാവിൽ ധാരാളം സമ്പത്ത് ലഭിച്ചു, വലിയ സ്ഥാനം ലഭിച്ചു, വലിയ പദവിയുള്ള ആളായി, വലിയ തറവാട്ടിൽ ജനിച്ചു, അതായത് ഐഹികമായ നേട്ടങ്ങൾ, ദുന്യവിയായ നിഅമത്തുകൾ, ഇത് ലഭിച്ചവരെ നോക്കിയിട്ട് ചില ആളുകൾ വിചാരിക്കുക അതാണ് തൗഫീഖ്. രക്ഷപ്പെട്ടു കേട്ടോ, അവൻ കഴിച്ചിലായി അല്ലേ. ദുനിയാവിൽ പൈസ സമ്പത്ത് നേടിയ ആളുകൾ, വലിയ സ്ഥാനമുള്ള വലിയ വീട് പണിത ആളുകൾ, ഗൾഫിൽ ലക്ഷക്കണക്കിന് സാലറിയുള്ള ജോലി നേടിയ ആളുകൾ, വലിയ വിദ്യാസമ്പന്നർ, വലിയ വാഹനത്തിൽ സഞ്ചരിക്കുന്നവർ, കടങ്ങളില്ലാത്തവർ, പ്രാരാബ്ദങ്ങളില്ലാത്തവർ, ബാങ്കിൽ ആസ്തി കുമിച്ചു കൂട്ടിയവർ, ഇവരൊക്കെ നോക്കിയിട്ട് പറയും വലിയ കച്ചവടക്കാർ, വലിയ പൈസക്കാർ, ഇവരൊക്കെ നോക്കിയിട്ട് പറയും രക്ഷപ്പെട്ടു, കഴിച്ചിലായി. ആളുകളുടെ ധാരണ അത് തൗഫീഖ് ലഭിച്ചതിൻ്റെ അടയാളമാണെന്ന്. ഒരിക്കലും അല്ല, ഇത് തെറ്റിദ്ധാരണയാണ്. ദുനിയാവിൽ അള്ളാഹു ആർക്കെങ്കിലും സമ്പത്ത് നൽകിയെങ്കിൽ, ദുനിയാവിൽ ആർക്കെങ്കിലും അള്ളാഹു സ്ഥാനവും പദവിയും നൽകിയെങ്കിൽ, ദുനിയാവിന്റെ എന്ത് നൽകി അള്ളാഹു വാരിക്കോരി നൽകിയാലും അനുഗ്രഹിച്ചാലും അതല്ല തൗഫീഖിന്റെ അടയാളം എന്നാണ്. അത് തൗഫീഖ് ലഭിച്ചതിന്റെ അടയാളമല്ല. മറിച്ച് ദുനിയാവിൽ അള്ളാഹു സമ്പത്തും അധികാരവും സ്ഥാനവും പദവിക്ക് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവർക്ക് നൽകും, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തവർക്ക് നൽകും. അള്ളാഹുവിന് ഇഷ്ടമുള്ളവർക്ക് നൽകും, ഇഷ്ടമില്ലാത്തവർക്ക് നൽകും. ലോകാടിസ്ഥാനത്തിൽ സമ്പന്നരെ അവരെ ലിസ്റ്റ് നിങ്ങളൊന്ന് ഇടുകയാണെങ്കിൽ, അള്ളാഹിനെ ധിക്കരിച്ച, അള്ളാഹുവിന്റെ മുമ്പിൽ ഒരിക്കൽ പോലും സുജൂദ് ചെയ്യാത്ത, അള്ളാഹ് എന്ന വിളി ഒരിക്കൽ പോലും തന്നെ പടച്ച റബ്ബിനെ വിളിക്കാൻ പോലും തൗഫീഖ് ലഭിക്കാത്തവരായിരിക്കും അതിന്റെ മുൻനിരയിൽ. എല്ലാ തോന്നിവാസവും ഹറാമും വൃത്തികേടും മ്ലേച്ഛതകളും കൊണ്ട് അറിയപ്പെട്ടവരായിരിക്കും അതിന്റെ മുൻനിരയിൽ. ഇതാണ് തൗഫീഖിന്റെ അടയാളം, ഇതാണ് തൗഫീഖ് ലഭിച്ചവരുടെ ലക്ഷണം. അതുകൊണ്ട് ദുനിയാവ് ലഭിക്കാന്നുള്ള അള്ളാഹിന്റെ തൗഫീഖ് ലഭിച്ചതിന്റെ അടയാളമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ധാരണ തിരുത്തുന്നുണ്ട് സൂറത്തുൽ ഫജ്റിൽ. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. മനുഷ്യൻ അള്ളാഹു പരീക്ഷണമായി, അവന്റെ റബ്ബ് അവനെ ആദരിച്ചു, അവന് നിഅമത്ത് നൽകി, ദുനിയാവ് നൽകി. അപ്പോൾ അവൻ പറയും അള്ളാഹു എന്നെ ആദരിച്ചിരിക്കുന്നു. അത് പരീക്ഷണമാണ്, അത് തൗഫീഖായിട്ട് മനസ്സിലാക്കരുത്. വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖ. അള്ളാഹു പരീക്ഷണമായി അവന്റെ റിസ്കിനെ എടുക്കിയാൽ, അവന് ഞെരുക്കുണ്ടാക്കിയാൽ അവൻ പറയും ഫയഖൂലു റബ്ബി അഹാനൻ, എന്റെ റബ്ബെന്നെ നിന്ദിച്ചു. അപ്പൊ ദുനിയാവ് കിട്ടിയില്ലെങ്കിൽ അതാണ് തൗഫീഖില്ലായ്മ, ദുനിയാവ് വാരിക്കോരി നൽകിയാൽ അതാണ് തൗഫീഖ് എന്ന് മനുഷ്യൻ വിചാരിക്കുന്നു. എന്നിട്ട് അള്ളാഹു എന്താ പറയുക? കല്ല, സംശയം വേണ്ട, അങ്ങനെയല്ല കാര്യം.
ബല്ലാ തുക്രിമൂനൽ യതീം, അവർ യതീമിങ്ങളെ ആദരിച്ചില്ല, അനാഥകളെ സംരക്ഷിച്ചില്ല. കല്ല ബല്ലാ തുക്രിമൂനൽ യതീം വലാ തഹാദ്ദൂന അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ പ്രോത്സാഹനം കാണിച്ചില്ല. വലാ തഹാദ്ദൂന അലാ തുആമിൽ മിസ്കീൻ വതഅകുലൂന തുറാസ അക്ലൻ ലമ്മ, അനന്തര സ്വത്ത് സമ്പത്ത് അവരങ്ങ് വാരിക്കോരി തിന്നു. വതഅകുലൂന തുറാസ അക്ലൻ ലമ്മ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, സമ്പത്ത് കൂമ്പാരം കൂട്ടി അവർ അത് ആസ്വദിച്ചു, സമ്പത്തിന് അതിയായി ഇഷ്ടപ്പെട്ടു. ഇതൊന്നുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിന്റെ അടയാളം. മറിച്ച് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ചവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് സ്ഥാനമുണ്ടായി, പദവി ഉണ്ടായി, അധികാരമുണ്ടായി. ആ പദവിയും സ്ഥാനവും അധികാരവും സമ്പത്തും അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട മാർഗത്തിൽ അവൻ വിനിയോഗിക്കുന്നു, അവനാണ് തൗഫീഖ് ലഭിച്ചവൻ. അല്ലാതെ തോന്നിവാസം ചെയ്യാൻ അത് പ്രവർത്തിച്ചവനോ അവൻ അള്ളാഹിന്റെ തൗഫീഖ് ലഭിച്ചവനോ? അവനതൊരു പരീക്ഷണമാണ്. അള്ളാഹു കൊടുത്ത നിഅമത്ത് കൊണ്ട് അള്ളാഹുവിന്റെ തൗഫീഖിൽ നിന്ന് അള്ളാഹു അവനെ അകറ്റി പരീക്ഷിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ സ്ഥാനം, പദവി, സമ്പത്ത്, ഇതൊരാൾ അള്ളാഹുവിന് ഫീ മർളാത്തി റബ്ബി, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട മാർഗത്തിൽ, വനുസ്രത്തി ദീനിഹി, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ, വനഫഅ ഇഖ്വാനഹു, മുസ്ലിമീങ്ങളെ സഹായിക്കാൻ ഒരാൾ ഉപയോഗിച്ചാൽ അതാണ് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ചതിന്റെ അടയാളം. വഇൻ റുസിക മാലൻ അഖദഹു മിൻ ഹില്ലിഹി വസറഫഹു ഫീ തആത്തി റബ്ബി, ഇനി അള്ളാഹു സമ്പത്ത് നൽകുകയാണെങ്കിലോ ആ സമ്പത്ത് ഹലാലിൽ നിന്ന് മാത്രം അവൻ സമ്പാദിക്കും, അള്ളാഹുവിനെ വഴിപ്പെടുന്ന മാർഗത്തിൽ ആ സമ്പത്ത് അവൻ ചെലവഴിക്കും. ഫഇന്ന മിൻ ഹിക്മത്തില്ലാഹി തആല അൻ യബ്തലിയ ഇബാദഹു, അള്ളാഹുവിന്റെ പരീക്ഷണമാണ് നിഅമത്ത് നൽകിയും നിഅമത്ത് എടുത്തു നീക്കിയും അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുമെന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് നൽകിയും ദുനിയാവ് തടഞ്ഞും അള്ളാഹു നമ്മെ പരീക്ഷിക്കും. അത് അള്ളാഹിന്റെ ഹിക്മത്താണ്. പക്ഷെ ഇതിൽ അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കുന്നവൻ ആരാണ്? നിഅമത്ത് നൽകപ്പെട്ടാൽ ശകറ, അള്ളാഹുവിന് നന്ദി ചെയ്യുന്നു, അവനാണ് അൽ മുവഫഖ്, അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ചവൻ. സമ്പത്ത് നൽകപ്പെട്ടിട്ട് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ചവൻ ആരാണ്? ആ സമ്പത്ത് കൊണ്ട് അള്ളാഹ്ക്ക് നന്ദി ചെയ്തവൻ, സമ്പത്ത് അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട മാർഗത്തിൽ വിനിയോഗിച്ചവൻ. സമ്പത്ത് തടയപ്പെടുകയും പരീക്ഷിക്കപ്പെടുകയും അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ചവനും ആരാണ്? ഇദബുതുലിയ സബർ, അതിൽ ക്ഷമിക്കുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഞെരുക്കമുണ്ടായാൽ ക്ഷമകേട് കാണിക്കാത്തവൻ. അപ്പൊ അള്ളാഹു ഞെരുക്കിയും ഇടുക്കിയും വാരിക്കോരി നൽകിയും അനുഗ്രഹിച്ചും അള്ളാഹു പരീക്ഷിക്കും. അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നവൻ അവൻ വിജയിക്കുക എപ്പോഴാണ്? അത് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ വിനിയോഗിച്ചാൽ. ഞെരുക്കം കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചവൻ അവൻ വിജയിക്കുന്നത് എപ്പോഴാണ്? അവന് തൗഫീഖ് ലഭിക്കുന്ന എപ്പോഴാണ്? അതിൽ അവൻ ക്ഷമിച്ചാൽ. അല്ലാതെ ഞെരുക്കവും ദുനിയാവിൽ ഇടുക്കവും അതല്ല തൗഫീഖിനെതിരായത്. സമ്പത്ത് നൽകലും നിഅമത്തുകൾ വാരിക്കോരി ഉണ്ടാകലും അതല്ല തൗഫീഖിന്റെ അടയാളം. പറഞ്ഞു മനസ്സിലായോ? പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ തൗഫീഖ് ലഭിക്കാത്തവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കണക്കിലെടുക്കാത്തവരാണ് എന്ന് വിചാരിക്കേണ്ടതല്ല. സമ്പത്ത് നൽകിയവരെല്ലാം തൗഫീഖ് ലഭിച്ചവരാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഈ അവസ്ഥയെപ്പറ്റി, അതായത് സമ്പത്തും ധന്യതയൊക്കെ ലഭിച്ചാൽ അതാണ് വലിയ കാര്യമെന്ന് വിചാരിക്കുന്ന മനുഷ്യന്റെ ചിന്തയെപ്പറ്റി അള്ളാഹു തിരുത്തുന്നുണ്ട്. ഖല്ല ഇന്നൽ ഇൻസാന ലയത്ഗ, നിശ്ചയ മനുഷ്യൻ അവൻ അതിക്രമിയാണ്, അവൻ അക്രമം പ്രവർത്തിക്കുന്നവനാണ്, അവൻ ധിക്കാരം പ്രവർത്തിക്കുക തന്നെ ചെയ്യുന്നവനാണ്. അർറആഹു ഇസ്തഗ്ന, അവൻ സ്വയം പര്യാപ്തനായി കണ്ടാൽ, അള്ളാഹു നൽകിയ നിഅമത്തുകൾ, സമ്പത്ത്, അധികാരം, പദവി, അതെന്തൊക്കെയോ അവനെ ആക്കിയെന്നവൻ സ്വയം പര്യാപ്തനായി കണ്ടാൽ അവൻ ധിക്കാരിയായി തീരുന്നതാണ്. അത് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കാത്തവരുടെ അടയാളമാണ്, സമ്പത്ത് ധിക്കാരത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ. എന്നാൽ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കഥ പറയവേ സൂറത്തു നംലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബിക്ക് അന്ന് നൽകിയ അധികാരം, പദവി, സ്ഥാനം, സമ്പത്ത്, ഇതുപോലെ ലോകത്തിന്നേ വരെ ഒരു സമ്പന്നനും ഒരു ശതകോടിപതിക്കും അള്ളാഹു ഒരു സമ്പത്ത് നൽകിയിട്ടില്ല, ഒരു അധികാരവും നൽകിയിട്ടില്ല, ഒരാൾക്ക് നൽകിയിട്ടില്ല. അത്രമേൽ അധികാരവും സമ്പത്തും സ്ഥാനവും ആദരവും നൽകിയവനായിരുന്നു മഹാനായ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷികളും പറവകളും ജിന്നും എല്ലാം കീഴ്പ്പെട്ടവൻ.
മഹാനായ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് നൽകിയ നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയവേ, സുലൈമാൻ നബി അതിനെപ്പറ്റി അള്ളാഹുവിനോട് പറഞ്ഞ നന്ദി വാചകങ്ങളെപ്പറ്റി അള്ളാഹു പറയുന്നു, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെല്ലാം എനിക്ക് എൻ്റെ റബ്ബ് നൽകിയത് അവൻ്റെ ഓശാരമായിട്ടാണ്, അവൻ്റെ ഔദാര്യമാണ്. എന്തിന്? ലിയബ്ലുവനീ അഅശ്കുറു അം അക്ഫുർ, ഞാൻ ഇതുകൊണ്ട് അള്ളാഹുവിന് നന്ദി ചെയ്യുന്നുണ്ടോ അതല്ല നന്ദി കെട്ടവനായി മാറുന്നുണ്ടോ എന്ന് എന്നെ എൻ്റെ റബ്ബ് പരീക്ഷിക്കാൻ വേണ്ടി, അതിനുവേണ്ടി എനിക്ക് എൻ്റെ റബ്ബ് നൽകിയ ഓശാരമാണിത്. വമൻ ശകറ ഫഇന്നമാ യശ്കുറു ലിനഫ്സി, അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് ആരാണോ നന്ദി ചെയ്യുന്നത് അവൻ സ്വന്തത്തിന് വേണ്ടി തന്നെയാണ് നന്ദി ചെയ്യുന്നത്. വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം, ഇനി ആരെങ്കിലും നന്ദി കെട്ടവനായാലോ ആർക്ക് പോയി? അവന് പോയി. റബ്ബിന് എന്തെങ്കിലും കുറവ് സംഭവിക്കൂ? വഹുവ ഗനിയ്യുൻ കരീം, അവൻ സർവൈശ്വര്യ സമ്പൂർണനും അവൻ ഉദാരവാനുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പം എന്താണ് 15ാമത്തെ കാര്യം? അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിച്ചവരുടെ അടയാളമായി, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാനുള്ള മാർഗമായി, കാരണമായി പറയപ്പെട്ട 15ാമത്തെ കാര്യം ശുക്റുൻ നിഅമ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക എന്നുള്ളതാണ്. 17ാമത്തെ കാര്യം അൽ മുസാറഅത്തു, 16ാമത്തെ കാര്യം അൽ മുസാറഅത്തു ഇലൽ ഖൈറാത്ത്, നന്മകളിലേക്ക് ധൃതിപ്പെട്ട് മുന്നേറുക എന്നുള്ളതാണ്. തസവ്വദ് മിനദ് ദുനിയ ഫഇന്നക റാഹിലുൻ വസാരി' ഇലൽ ഖൈറാത്തി ഫീമൻ യുസാരിഉ, ദുനിയാവിൽ നിന്ന് നീ നന്മകൾ സമ്പാദിച്ചുകൊണ്ട് പാതയമൊരുക്കൊണ്ട് പരലോകത്തേക്ക് യാത്രയാകുക. നന്മകളിൽ ധൃതിപ്പെട്ട് മുന്നേറിയവർ, അവരുടെ കൂട്ടത്തിൽ നീ വേഗത്തിൽ നടന്നെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയായിൽ അംബിയാക്കളെ കുറിച്ച് പറഞ്ഞ വിശേഷണം, അതിനുശേഷം സൂറത്ത് അംബിയ കഴിഞ്ഞിട്ട് അടുത്ത സൂറത്ത് ഏതാ? ഹജ്ജോ? അംബിയ കഴിഞ്ഞിട്ട് ആർക്കും അറിയാൻ പറ്റുമോ? സൂറത്തുൽ അംബിയ അതിന് ശേഷമുള്ള സൂറത്ത് ഉറപ്പാ? സംശയം ഇപ്പം തന്നെ തീർക്കുക, എനിക്ക് സംശയമല്ലോ. ഹജ്ജ് തന്നെ? അയ്യോ, സൂറത്തുൽ അംബിയ കഴിഞ്ഞിട്ട് സൂറത്തുൽ ഹജ്ജ്, സൂറത്തുൽ ഹജ്ജ് കഴിഞ്ഞിട്ടോ മുഅ്മിനൂൻ. സൂറത്തുൽ അംബിയയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാക്കളെ കുറിച്ച് പറഞ്ഞ വിശേഷണങ്ങളിൽ എന്തു പറഞ്ഞു? സക്കരിയ നബിയുടെ ചരിത്രം പറയാണ്. അംബിയാക്കളിൽ പലരുടെയും ചരിത്രം പറഞ്ഞ ശേഷം സക്കരിയ നബിയുടെ ചരിത്രം പറയാണ്. വസക്കരിയ ഇദ് നാദാ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം, അല്ലാഹുവേ, എന്നെ നീ അനന്തരാവകാശികളില്ലാതെ ഒറ്റയാക്കി, എനിക്ക് മക്കളില്ലാതെ എന്നെ ബാക്കിയാക്കരുതേ, നീയാണ് അനന്തരം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ. ഫസ്തജബ്നാ ലഹു, അല്ലാഹു സക്കരിയ നബിയുടെ ദുആ സ്വീകരിച്ചു. വവഹബ്നാ ലഹു യഹ്യ, യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമിനെ മകനായി നൽകി. വഅസ്ലഹ്നാ ലഹു സൗജഹു, അദ്ദേഹത്തിന്റെ പത്നിക്ക് വാർദ്ധക്യകാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താന സൗഭാഗ്യം നൽകി. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇത് അംബിയാക്കളുടെ ചരിത്രങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം സക്കരിയ നബിയുടെ ചരിത്രവും പറഞ്ഞിട്ട് അല്ലാഹു മൊത്തത്തിൽ പിന്നെ അംബിയാക്കളെ കുറിച്ച് പറയാണ്. ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, അംബിയാക്കൾ അവർ നന്മകളിൽ തിരക്കിട്ട് മുന്നേറിയവരായിരുന്നു. അവർ തിരക്ക് കാണിച്ചത്, മത്സരം കാണിച്ചത് നന്മകളിലായിരുന്നു, തിന്മകളിലല്ല. വയദ്ഊനനാ റഗബൻ വറഹബ, അവർ നമ്മോട് പേടിയോടെയും പ്രതീക്ഷയോടും ദുആ ചെയ്തവരായിരുന്നു. അവർക്ക് അല്ലാഹുവോട് ദുആ ചെയ്യുമ്പോൾ പേടിയും ഒപ്പം പ്രതീക്ഷയുമായിരുന്നു. വകാനൂ ലനാ ഖാശിഈൻ, അവർ ഹൃദയം കൊണ്ട് അല്ലാഹുവിനെ പേടിച്ച് കീഴൊതുങ്ങി ഭയഭക്തി കാണിച്ചവരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൂട്ടത്തിൽ അംബിയാക്കളുടെ വിശേഷണമായി ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകളിൽ തിരക്കിട്ട് മുന്നേറുന്നവരായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ഇനി ഇത് അംബിയാക്കളുടെ വിശേഷണമാണ്. സൂറത്തുൽ ഹജ്ജ് അതിനുശേഷം സൂറത്തുൽ മുഅ്മിനൂൻ. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു മുഅ്മിനീങ്ങളുടെ വിശേഷണമായി, മുഅ്മിനീങ്ങൾ ആരാണ്? അംബിയാക്കളുടെ അനുഗാമികൾ, ഈ അംബിയാക്കളെ പിൻപറ്റിയവർ, അവരെ വിശേഷണമായി പറഞ്ഞു. ഇന്നല്ലദീന ഹും മിൻ ഖശ്യത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ, തങ്ങളുടെ റബ്ബിനെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ് അവർ. വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ, തങ്ങളുടെ റബ്ബിന്റെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവരാണവർ. ദൃഷ്ടാന്തങ്ങളിൽ, കണ്ണുകൊണ്ട് കാണുന്നതും ഖുർആനിലൂടെ വായിക്കുന്നതുമായ ദൃഷ്ടാന്തങ്ങളിൽ അവർ വിശ്വസിക്കുന്നു.
വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, തങ്ങളുടെ റബ്ബിനോട് ശിർക്ക് വെക്കാത്ത തൗഹീദ് മുറുകെ പിടിക്കുന്നവരാകുന്നു അവർ. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില, അള്ളാന്റെ മാർഗത്തിൽ നൽകേണ്ടതെല്ലാം നൽകുമ്പോഴും ചെയ്യേണ്ടതെല്ലാം ചെയ്യുമ്പോഴും പ്രവർത്തിക്കേണ്ടതെല്ലാം പ്രവർത്തിക്കുമ്പോഴും സൽക്കർമ്മങ്ങളിൽ മുഴുകുമ്പോഴും അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു വിറക്കുന്നു. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, തങ്ങൾ തങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണല്ലോ എന്ന ചിന്തയിൽ. പിന്നെന്താ പറഞ്ഞു? ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ, അവർ നന്മയിൽ ധൃതിപ്പെട്ട് മുന്നേറുന്നവരാണ്, അതിൽ മുൻപിലെത്തുന്നവരാണ്, ഒന്നാമതെത്തുന്നവരാണ്. ആര്? അമ്പിയാക്കളെ പിൻപറ്റുന്നവർ. അപ്പൊ അമ്പിയാക്കളും ആ അമ്പിയാക്കളെ പിൻപറ്റുന്നവരും അവരുടെ വിശേഷണാണെന്ത്? ഒഴിച്ചു നിർത്താൻ പറ്റാത്ത വിശേഷണാണെന്ത്? നന്മകൾ തിരക്കിട്ട് ധൃതിപ്പെട്ട് മുന്നേറുക എന്നുള്ളത്. നമ്മൾ ആരുടെ പിൻഗാമികളാണ് എന്ന് നമ്മൾ ഇത് വെച്ച് പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ സൂറത്തുൽ അംബിയായിൽ അമ്പിയാക്കളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിശേഷണത്തിൽ ഈ വിശേഷണം നമുക്ക് കാണാം. അതിനുശേഷം ഇറങ്ങിയ സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു അമ്പിയാക്കളുടെ അനുയായികളെ പറ്റി പറഞ്ഞിടത്തും ഈ വിശേഷണം കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മകളിൽ മുന്നേറാൻ നമ്മൾ പരിശ്രമിക്കുക, കർമ്മനിരതരാകുക. നന്മക്ക് എന്തെങ്കിലും അവസരമുണ്ടോ എന്ന് തേടി നടക്കുന്നവരായി തീരുക. നന്മക്കുള്ള അവസരങ്ങൾ അതെത്ര ചെറുതാണെങ്കിലും നിസാരമാക്കി തള്ളിക്കളയാതിരിക്കുക. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ നന്മയിൽ നിന്നൊരു ചെറിയതാണെങ്കിൽ പോലും നിങ്ങൾ തള്ളി നീക്കരുത്. കാരണം ഏത് നന്മയാണ് അവസാനം ആ സിറാത്ത് എന്ന പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ചാഞ്ഞും ചെരിഞ്ഞും നരകത്തിൽ വീഴാൻ വേണ്ടി പതറിയും കുതറിയുമൊക്കെ ഓടുമ്പോൾ ഏതൊരു അണുമണിത്തൂക്കം നന്മയാണ് സ്വർഗത്തിലേക്ക് നമ്മെ കനം തൂക്കുക നമുക്കറിയില്ല. അതുകൊണ്ട് നിസാരമായി കണ്ടുകൂടാ. ഒരു മുഅ്മിനിന്റെ ചിന്ത, തേട്ടം, ലക്ഷ്യം, അവന്റെ മോഹം, അവന്റെ അംബീഷൻ അള്ളാഹുവിന്റെ തൃപ്തി നേടുന്ന ഉന്നതമായ കർമ്മങ്ങൾ, ഉന്നതരായ അമ്പിയാക്കളുടെ പ്രവർത്തനങ്ങൾ, അവരെ പിൻപറ്റിയ അവരുടെ അത്ബാഅകളുടെ പ്രവർത്തനങ്ങൾ, ഇതെന്താണെന്നായിരിക്കും അവന്റെ ചിന്ത എപ്പോഴും. അതല്ലാതെ നാട്ടിലെ സമ്പന്നരും ഭൗതികന്മാരും അവർ ചെയ്യുന്ന മുന്തിയ പണികളും പ്രവർത്തനങ്ങളും, അവരെടുത്ത മുന്തിയ വസ്ത്രം, അവർ സഞ്ചരിച്ച മുന്തിയ വാഹനം, അവർ ധരിച്ച മുന്തിയ ബ്രാൻഡ്, ഇതിന്റെ പിന്നാലെ ഓടുന്നവരായിരിക്കുകയില്ല. ബുദ്ധിയുള്ള മുഅ്മിനീങ്ങൾ, അവരുടെ ചിന്തയും മോഹവും ഉന്നതമായിരിക്കും. അമ്പിയാക്കൾക്ക് സമാനം, അവരെ പിൻപറ്റിയവർക്ക് സമാനം. ഉജൂർ, വലിയ വലിയ പ്രതിഫലം, അള്ളാഹുവിന്റെ തൃപ്തി അതെങ്ങനെ നേടുമെന്നതിനെ കുറിച്ചായിരിക്കും അവരുടെ ചർച്ച. ഫയുക്സിറു മിനൻ നിയ്യാതി ഫിൽ അമലിൽ വാഹിദ്, ഒരൊറ്റ പ്രവർത്തനത്തിൽ ഒരുപാട് നിയ്യത്തുകൾ എങ്ങനെ സംഭരിക്കാം, സ്വരുക്കൂട്ടാം, ഇതായിരിക്കും അവരുടെ ചിന്ത. അവർ മടിയിൽ നിന്നും അലസതയിൽ നിന്നും ഒഴിവായവരായിരിക്കും. വയുദാവിമു അലാ അഅമാലിൽ ഖൈരി വൽ ബിർ, എപ്പോഴും നന്മയിലും ഗുണത്തിലും പുണ്യത്തിലും മത്സരിച്ചു മുന്നേറുന്നവരായിരിക്കും അവർ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ലഭിച്ചവരുടെ എത്രാമത്തെ അടയാളം? 16ാമത്തെ അടയാളം. തൽക്കാലം ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ നിർത്താം. ബാക്കി അടുത്ത ആഴ്ച നമുക്ക് തുടരാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് തൗഫീഖ് നൽകുന്നവൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.